ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകർ പി എസ് സിയുടെ മറ്റൊരു ജിയോഗ്രഫി സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സ്വാഗതം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കിലേക്കാണ്. നിങ്ങൾക്കിവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതാണ്. ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന വേൾഡ് ജിയോഗ്രഫിയിലെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. ലാൻഡ് ഫോംസ് താരതമ്യേന വലുതാണ്, കാരണം ഒരുപാട് തരത്തിലുള്ള ലാൻഡ് ഫോം മേക്കിംഗ് ഏജൻറ്റ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓരോ ലാൻഡ് ഫോം ക്രിയേറ്റിംഗ് ഏജൻറ്റും ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ലാൻഡ് ഫോംസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ലാൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഓരോ ഏജൻറ്റും ആ ഏജൻറ്റിൻ്റെ ഡിസ്ട്രക്ഷണൽ പവർ ഉപയോഗിച്ചും ലാൻഡ് ഫോം രൂപീകരിക്കും. അതുപോലെ തന്നെ ആ ഏജൻസിൻ്റെ കൺസ്ട്രക്റ്റീവ് പവർ ഉപയോഗിച്ചും ലാൻഡ് ഫോംസ് രൂപീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മുടെ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻറ്റ്സ് എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത് ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ, റിവർ, റണ്ണിങ് വാട്ടർ. നമുക്കിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. റണ്ണിങ് വാട്ടറാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകൻ എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ഡിസ്കഷനിലെ. ഇപ്പോൾ റണ്ണിങ് വാട്ടർ അഥവാ റിവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പരാമർശിക്കാവുന്നതേ ഉള്ളൂ. റണ്ണിങ് വാട്ടറിന് പകരം നമുക്ക് എന്തെന്ന് വിളിക്കാം? റിവർ എന്ന് വിളിക്കാം. റണ്ണിങ് വാട്ടറിനെ തന്നെയാണ് നമുക്ക് റിവർ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ് ഇന്നത്തെ ഈ ഒരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിവർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് എന്ന് പറയുമ്പോൾ ഞാൻ തൊട്ട് മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഇവൻ ജനറേറ്റ് ചെയ്യും. ഒന്ന്, ഇവൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ ഉപയോഗിച്ചിട്ട് ഇറോഷൻ നടത്തും. ഓക്കെ, ഇവൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ ഉപയോഗിച്ചിട്ട് ഇവൻ ഇറോഷൻ നടത്തിയിട്ടും ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവന് എന്തും നടത്താം? ഡെപ്പോസിഷൻ, നിക്ഷേപവും നടത്താമല്ലോ. അപ്പോൾ ബോത്ത് ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റണ്ണിങ് വാട്ടർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേറെ ഡിലേ ഒന്നും ഇല്ലാണ്ട് ഒരു ഇൻട്രോ പറഞ്ഞത് കൊണ്ട് ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് പോകാൻ പോവാണ്. പക്ഷേ അതിന് മുൻപ്, ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചില ചോദ്യങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് റിവർ ഡെൽറ്റാസ് ആൻഡ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദി കോഡ്സ് ഗിവൻ ബിലോ. ഡെൽറ്റകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. Delta is a fan-shaped area of a fine alluvium at the mouth of a river. നദിയുടെ മൗത്തിൽ, എൻഡിൽ ഫൈൻ അലൂവിയം നിക്ഷേപങ്ങളാൽ സമ്പന്നമായിട്ടുള്ളൊരു ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ളൊരു, ഫാൻ എന്ന് പറയുമ്പോൾ വീശറിയാണേ. ഇവിടെ ഫാൻ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീലിംഗ് ഫാൻ ഒന്നുമല്ല, വീശറിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് കാറ്റ് വീശാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം ഇല്ലേ, ഇതിനൊന്ന് ഷോർട്ടൻ ചെയ്താലും മതി. ഇത് പണ്ടത്തെ നമ്മുടെ വെഞ്ചാമരം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും ഇരിക്കുക അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് പൂക്കളും മറ്റേ മയിൽപ്പീലിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വെഞ്ചാമരം. അതിനാണ് ഫാൻ ഷേപ്പ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ട്, ഡെൽറ്റ ആർ ദി ടൈഡൽ മൗത്ത് ഓഫ് എ റിവർ വേർ ഫ്രഷ് ആൻഡ് സലൈൻ വാട്ടർ ആർ മിക്സ്ഡ്. 3, ഫോർ ദി ഫോർമേഷൻ ഓഫ് ഡെൽറ്റ എ ഷാലോ സീ എ റിവർ വിത്ത് സബ്സ്റ്റാൻഷ്യൽ ലോഡ് ഓഫ് സസ്പെൻഡഡ് റോക്ക് മെറ്റീരിയൽസ് ആൻഡ് കാം വാട്ടർ ഓഫ് ഷോർ ആർ നെസസറി. ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് തന്നിരിക്കുന്നത്? ഒന്നും കൂടിയുണ്ട്. ഡെൽറ്റാസ് ആർ ഫോംഡ് ഓൺ ദി ഷോർസ് ഓഫ് ഹൈ ടൈഡൽ ഏരിയാസ്. ഉയർന്ന ടൈഡുള്ള സ്ഥലങ്ങളിലാണ് ഡെൽറ്റാസ് ഉണ്ടാകുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നത് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ തന്നിരിക്കുന്ന ഇതിലെ ഹൈലൈറ്റിങ് നിങ്ങൾ നോക്കണം എന്നില്ല, അത് ചിലപ്പോൾ വ്യത്യാസം വരാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും. സോ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്തായാലും ഫൈനലി അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അടുത്തൊരു ചോദ്യം നോക്കിയേ. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വച്ചാണ് എന്ന് മറ്റൊരു ചോദ്യം. പക്വതയാർന്ന ഘട്ടം, യുവത്വ ഘട്ടം, പ്രായമാർന്ന ഘട്ടം, എല്ലാ ഘട്ടത്തിലും വി രൂപ താഴ്വരകൾ, വി ഷേപ്ഡ് വാലീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വി ഷേപ്ഡ് വാലീസ്. ഇത് നദിയുടെ ഏത് ഘട്ടത്തിലാണ് രൂപീകൃതമാക്കുന്നത് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് എ ഡെൽറ്റ. ഡെൽറ്റ ഉണ്ടാകാൻ കാരണമാകുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏത് പ്രധാനപ്പെട്ട കാരണമാണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കാരണഭൂതൻ ഇതിൽ ആരാണ്? ഗ്ലേഷ്യൽ ഇറോഷൻ ആണോ, വിൻഡിൻ്റെ ഡെപ്പോസിഷൻ ആണോ, റിവറിൻ്റെ ഡെപ്പോസിഷൻ ആണോ, അതോ ഇനി വോൾക്കാനിക് ആക്ടിവിറ്റി ആണോ? ഇത് ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയാൻ പറ്റും ഇതിൻ്റെ ഉത്തരം ഏതാണെന്നുള്ളത്. എനിഹൗ നിങ്ങൾക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. അടുത്ത ചോദ്യം, അപരതന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത്. അവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. നദികൾ ഗിരിയന്തരം, ഹിമാനികൾ വെള്ളച്ചാട്ടം, കാറ്റ് സിങ്ക് ഹോളുകൾ, ഭൂഗർഭജലം ബർക്കൻസ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായത്? ഏതൊക്കെ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല, കാരണം
ഓപ്ഷൻസ് കേവലം ഓരോന്ന് മാത്രമായാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് ചോദ്യം എന്നുള്ളതുകൊണ്ട് ഇതിലേതോ ഒന്ന് മാത്രമാണ് ശരിയെന്ന് വ്യക്തമാണ്. അതാര് എന്നും വ്യക്തമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിലെ ഉത്തരം എനിക്ക് അറിയാം, കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഉത്തരം എത്തിച്ചേരും. അല്ലെങ്കിൽ ലാൻഡ് ഫോംസ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ഉത്തരം എന്തായാലും കിട്ടും. ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ഡെവലപ്ഡ് ഇൻ ദി അപ്പർ ഓർ മൗണ്ടെയിൻ കോഴ്സ് ഓഫ് എ റിവർ? ഒരു അപ്പർ അല്ലെങ്കിൽ മൗണ്ടെയിൻ കോഴ്സിൽ ഉണ്ടാവുന്ന ഫീച്ചർ ഏതാണ്? മിയാണ്ടേഴ്സ് ആൻഡ് റിവർ ക്ലിഫ് ആണോ, വി ഷേപ്ഡ് വാലീസ് ആൻഡ് ഗോർജസ് ആണോ, യു ഷേപ്ഡ് വാലീസ് ആൻഡ് പോത്തോൾസ് ആണോ, ഫ്ലഡ് പ്ലെയിൻ ആൻഡ് ഓക്സ്ബോ ലേക്ക് ആണോ? ഇതിൻ്റെയും ഉത്തരം നമുക്ക് ആദ്യമേ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് പതുക്കെ കണ്ടന്റിലേക്ക് കിടക്കണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു രീതിയെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയക്കകത്തുനിന്ന് വേണ്ടതെന്നുള്ളത് ഒരു ചെറിയ ഒരു ധാരണ നമുക്ക് കിട്ടും. ഒരുവിധം കാര്യമായിട്ടുള്ളൊരു അവലോകനം നമുക്ക് ഉണ്ടായാലാണ് കൃത്യമായിട്ട് ഇതിന് ഉത്തരങ്ങൾ കണ്ടെത്തി പോകാൻ പറ്റുക. സോ വാട്ട് ഈസ് എ ലാൻഡ് ഫോം നമുക്ക് നോക്കാം. എ ലാൻഡ് ഫോം ഈസ് എ ഫീച്ചർ ഓൺ ദി എർത്ത് സർഫസ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ടെറൈൻ. ഭൂമിയുടെ ഉപരിതലം, ഭൗമോപരിതലം, ഫിസിയോഗ്രഫി, ആ ഫിസിയോഗ്രഫിയുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ടെറൈനിൻ്റെ ഭാഗമായി വരുന്ന ഭൂമിയിലെ ഒരു സവിശേഷത ആണ് ലാൻഡ് ഫോം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഓരോ ലാൻഡ് ഫോമുകളും നമ്മളിപ്പോൾ ഒരുപാട് ടൈപ്പിലുള്ള ലാൻഡ് ഫോമുകളുണ്ട്. പലതിനും പലതരത്തിലുള്ള പേരുകൾ കൊടുത്തിട്ടുമുണ്ട്, പലതിനും പേരുകൾ കൊടുത്തിട്ടും ഇല്ലതാനും. അങ്ങനെ ഒട്ടനവധി ടൈപ്പിലുള്ള ഭൂരൂപങ്ങളെ നമുക്ക് ഭൂമിക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭൂരൂപങ്ങൾ പല ഷേപ്പിലും പല വലുപ്പത്തിലും പല സൈസിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനും സാധിക്കും. അതെങ്ങനെയാണ് അവൻ്റെ വലുപ്പം, അവൻ്റെ ഷേപ്പ്, ഇതിലൊക്കെ വ്യത്യാസം വരിക എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും അവൻ്റെ ഷേപ്പിൻ്റെയും വലുപ്പത്തിൻ്റെയും ഒക്കെ കാരണഭൂതനെന്ന് പറയുന്നത് അവൻ എന്ത് കാരണം ഉണ്ടായ ലാൻഡ് ഫോമാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നദികൾ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ റണ്ണിങ് വാട്ടർ അല്ലാതെ വേറെ ആൾക്കാർ എന്ത് ക്രിയേറ്റ് ചെയ്യും? ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന സാരം കാറ്റ് ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യും, ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യും, ഗ്ലേഷ്യർ ഹിമാനികൾ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും, ടൈഡ് തീരദേശത്തുള്ള തിരമാലകൾ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒട്ടനവധി ഏജൻസ് ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിനായി ആ ഒരു പ്രക്രിയയിൽ ഭാഗമായി നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആളാണ്, ഇതിൽ ആരാണ് നമ്മൾ പറയുന്ന പർട്ടിക്കുലർ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതിൻ്റെ വലുപ്പം, അതിൻ്റെ ഷേപ്പ് എന്നതെല്ലാം. മാത്രവുമല്ല ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വസ്തുതാവിരുദ്ധമായൊന്നുമില്ല, അത് 100% ശരിയാണ്. എന്നാൽ ഇതിന് മാത്രം ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ശരിയല്ല, അത് അപൂർണമാണ്. പൂർണ്ണമായും ഏത് ഏജൻ്റാണ് ഈ ലാൻഡ് ഫോം രൂപീകരിക്കുന്നത് എന്നതിനെ മാത്രം ഡിപ്പെൻഡൻ്റ് ആണ് അതിൻ്റെ ഷേപ്പും സൈസും എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് ശരിവെച്ച് കൊടുക്കാൻ പറ്റില്ല. പകരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലപ്പഴക്കം ഒരു വളരെ വലിയൊരു ഘടകമാണ്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം എന്ന് നമ്മൾ തന്നെ പറയുന്നത് പോലെ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് ലാൻഡ് ഫോംസ് ഉൾപ്പെടെ കോലം മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിള്ളേരെ. മനസ്സിലായോ? അതായത് ഈ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന സംവിധാനങ്ങളൊന്നും ഇന്ന് കാണുന്ന അതേ ഷേപ്പിലോ ഇന്ന് കാണുന്ന അതേ സൈസിലോ ഒരു 10, 500, 1000, 10,000 വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊള്ളണം എന്നില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുന്നവരാണ്. ഒരു 5000 വർഷങ്ങൾക്ക് ശേഷം ഇതേ സാഹചര്യത്തിൽ ഇതേ ലാൻഡിൽ തന്നെ നമ്മൾ ജീവിക്കാനായിട്ട് വീണ്ടും വന്നാൽ ഈ ഒരു കോൺഷ്യസ് നമ്മൾ ഇപ്പോഴത്തെ കോൺഷ്യസോടുകൂടി തന്നെ തിരികെ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഈ പ്രദേശങ്ങളെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. ആനയും ആട്ടുകുട്ടിയും മാതിരിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പോലെ അമ്പരപ്പിക്കുന്ന തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. സോ ലാൻഡ് ഫോംസ് മനുഷ്യനും ലാൻഡ് ഫോം ക്രിയേഷൻസിനകത്ത് ചെറിയ രീതിയിൽ അങ്ങനെയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നും പറയേണ്ടി വരും. അതല്ലാതെ തന്നെ ജിയോമോർഫോളജിക്കലി അതൊരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സാണ്. ദ ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റൻറ്റ് തിങ്. ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റൻറ്റ് തിങ്. ചേഞ്ചസ് ഡു ഹാപ്പൻസ്. ഈ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസ് ഒരു തവണ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ആ ഒരു ലാൻഡ് ഫോമിന്മേലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ല. അത് വേറൊരു കാര്യം കേട്ടോ. അപ്പോൾ പൊതുവേ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ക്രിയേഷനോ നശിപ്പിക്കലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടാസ്ക് കഴിയുന്നതോടുകൂടി ഈ പ്രോസസ്സ് മൊത്തത്തിൽ എൻഡ് ആവുന്നതാണല്ലോ. പക്ഷേ ലാൻഡ് ഫോംസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ നദി ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണെന്ന് കരുതുക. നദി ക്രിയേറ്റ് ചെയ്തെങ്കിലും ഒരു ഇറോഷണൽ ലാൻഡ് ഫോം ഒരു തവണ ആ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് അതിനെ വീണ്ടും പോളിഷ് ചെയ്യുന്നത് അത് നിർത്തത്തില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഇറോഡ്. അത് വീണ്ടും ഇറോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇറോഷൻ തീർന്നു പോകത്തില്ല എന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നദി എവിടെയെങ്കിലും നിക്ഷേപം നടത്തി ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്തു. ശരി, ഇപ്പം ഞാൻ നിക്ഷേപം നടത്തി ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്തല്ലോ, ഇനി വേറെ എവിടെയെങ്കിലും പോയി നിക്ഷേപിക്കാം. അങ്ങനെയല്ല. ആ നദി ഒരു തവണ നിക്ഷേപം നടത്തി ഒരു ഭൂരൂപം അവിടെ ഉണ്ടായെങ്കിൽ പോലും അതിന്മേൽ വീണ്ടും നിക്ഷേപങ്ങൾ വീണ്ടും നദി ചെയ്യുന്നുണ്ടാവും.
സോ ഈ ഒരു പ്രോസസ്സ് ഓഫ് ലാൻഡ് ഫോം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഇവിടെ എൻഡാണ്, ഇത് തീർന്നു, 100ൽ 100 കിട്ടി എന്നാൽ പരിപാടി കഴിഞ്ഞു എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നെവർ എൻഡിങ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ളിടത്തോളം, ഭൂമിയിൽ ഈ പറയുന്ന ഏജൻറ്റുകളുള്ളിടത്തോളം ഈ പ്രോസസ്സ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ദീസ് മേ നോട്ട് ബി അല്ല, ദിസ് വിൽ നെവർ ബി എ കോൺസ്റ്റൻറ്റ് തിങ്. ലാൻഡ് ഫോംസ് ഒരിക്കലും എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല എന്ന് ആദ്യമേ തിരിച്ചറിയുക. നിങ്ങൾ ക്ലിയർ ആണോ മക്കളെ? നമുക്കപ്പോൾ റണ്ണിങ് വാട്ടറിൻ്റെ കണ്ടീഷനിലേക്കൊന്ന് കടന്നു ചെല്ലാം. സോ എവിടെയാണ് റണ്ണിങ് വാട്ടർ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഒരുപാട് ഏജൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഓരോ ഏജൻസ്, ഇപ്പോൾ വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യർ, പിന്നെ ഗ്രൗണ്ട് വാട്ടർ, ഓഷൻസ്, ഈ പറയുന്ന ഓരോരുത്തർക്കും പ്രത്യേകം എന്താ പറയുക, പ്രവർത്തന മേഖലകൾ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഉദാഹരണത്തിന് കാറ്റ് പ്രധാനമായും അപരദനം നടത്താൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് മഴയോ വെള്ളപ്പാച്ചിലുകളോ കാര്യമായി ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ആയിരിക്കും, അല്ലേ? ഗ്ലേഷ്യൽ ഇറോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മരുഭൂമിയിൽ ഗ്ലേഷ്യൽ ഇറോഷൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. മരുഭൂമി എന്ന് പറയുമ്പോൾ ഈ ചൂടുള്ള സഹാറ പോലുള്ള മരുഭൂമികളിൽ നമുക്ക് ഒരിക്കലും ഗ്ലേഷ്യൽ ഇറോഷൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു തീരദേശ സമതല പ്രദേശങ്ങളിൽ ഒരിക്കലും ഗ്ലേഷ്യൽ ഇറോഷൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ ആർട്ടിക്സിലോട്ട് പോകുമ്പോൾ പറ്റും കേട്ടോ, പോളാർ മേഖലയിലോട്ട് പോകുമ്പോൾ പറ്റും, ഇല്ല എന്നല്ല. അതുപോലെ എനിക്കൊരിക്കലും ഒരു കോസ്റ്റൽ ഇറോഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീരദേശം അല്ലെങ്കിൽ തിരമാലകൾ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോം ക്രിയേഷന് ഒരിക്കലും എനിക്കൊരു മലയോര മേഖലയിൽ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നില്ല? അപ്പോൾ ഓരോ തരത്തിലുള്ള ലാൻഡ് ഫോമും ക്രിയേറ്റ് ചെയ്യുന്നതിന് പർട്ടിക്കുലർ ഏരിയാസ് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു പരിധിവരെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഹ്യൂമിഡ് ആയിട്ടുള്ള റീജിയൻസ്, അത്യാവശ്യം നല്ല രീതിയിൽ ബാഷ്പീകരണം, ഇവോപ്പറേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ, വാട്ടറിൻ്റെ പ്രസൻസ് ഒരുപാടുള്ള സ്ഥലങ്ങളിൽ, വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കാര്യമായിട്ട് ഇവോപ്പറേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ ഇവോപ്പറേഷൻ നടന്നു കഴിഞ്ഞാലാണ് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അത് ഒരു പരിധി വിടുമ്പോഴാണ് ക്ലൗഡ് ഫോം ചെയ്ത് അത് കണ്ടൻസ് ചെയ്തിട്ടാണ് മഴയായി മാറുന്നത്. അതാണ് പ്രാഥമികമായിട്ടും റണ്ണിങ് വാട്ടറിനെ ഫീഡ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് റെയിനാന്ന് പറയാം. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് എന്ന് പറയപ്പെടണമെങ്കിൽ ആ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്ന റീജിയൻസ് എന്ന് പറയുന്നത് പൊതുവേ എങ്ങനെയുള്ളതായിരിക്കണം? ഹ്യൂമിഡ് ആയിട്ടുള്ള, കാര്യമായിട്ട് മഴ റിസീവ് ചെയ്യപ്പെടുന്ന ഏരിയാസ് ആയിരിക്കണമെന്നത് വ്യക്തം. ക്ലിയർ ആണോ? സോ വിച്ച് ലാൻഡ് ഫോം അല്ലെങ്കിൽ വിച്ച് ഏരിയ ഈസ് പോസിബിൾ, വിച്ച് ഏരിയ ഈസ് സസെപ്റ്റബിൾ ഫോർ എ ലാൻഡ് ഫോം ക്രിയേഷൻ ബൈ റണ്ണിങ് വാട്ടർ എന്ന് ചോദിച്ചാൽ ദ ഏരിയ ഷുഡ് ബി ഹ്യൂമിഡ് ആസ് വെൽ ആസ് റിസീവിങ് ഹെവി റെയിൻഫോൾ. ജിയോമോർഫിക് ഏജൻറ്റുകളിൽ, ലാൻഡ് ഫോം മേക്ക് ചെയ്യുന്ന ഏജൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻ്റായിട്ട് കണക്കാക്കുന്നയാളാണ് റണ്ണിങ് വാട്ടർ. എന്തുകൊണ്ടാണെന്നറിയോ? മറ്റ് പല ഏജൻറ്റുകളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ്റെ ഇറോഷണൽ കപ്പാസിറ്റി വളരെ എന്താ പറയുക, അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറയാൻ കാരണം, നിങ്ങളൊരു ചെറിയ മഴ പെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ പറമ്പ് നോക്കിയാൽ പോലും അറിയാൻ പറ്റും. ഒരു മഴ പെയ്തതിന് ശേഷം, നല്ല ശക്തമായൊരു മഴ പെയ്തതിന് ശേഷം ഈ മണ്ണിൽ ഒലിച്ചുപോയ ജലം, മണ്ണിൽ വീണ് ഒലിച്ചുപോയ ജലം പോലും എത്രത്തോളം മണ്ണിനെ ഡീഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മഴ കഴിഞ്ഞ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ റിവർ വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജൻ്റായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണെന്ന് അറിഞ്ഞിരിക്കുക. മോസ്റ്റ് ഓഫ് ദി ഇറോഷണൽ ലാൻഡ് ഫോംസ് മെയ്ഡ് ബൈ റണ്ണിങ് വാട്ടർ ആർ അസോസിയേറ്റഡ് വിത്ത് വിഗറസ് ആൻഡ് യൂത്ത്ഫുൾ റിവേഴ്സ് ഫ്ലോയിങ് ഓവർ സ്റ്റീപ്പ് ഗ്രേഡിയൻസ്. ലാൻഡ് ഫോമുകൾ ഞാൻ പറഞ്ഞു 2 തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഡെപ്പോസിഷണലും അതുപോലെ ഇറോഷണലും. അപ്പോൾ നദികൾ ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസിൻ്റെ കാര്യം പർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞതാണ്. അത് ആരാ ഉണ്ടാക്കുന്നത്? ബൈ റണ്ണിങ് വാട്ടർ അസോസിയേറ്റഡ് വിത്ത് വിഗറസ് ആൻഡ് യൂത്ത്ഫുൾ റിവേഴ്സ്. അതായത് ചെറുപ്പമുള്ള നദികളും വളരെ എന്താ പറയുക വിഗറസ് ആയിട്ട് ടർബുലൻ്റ് ആയിട്ട് ഒഴുകുന്നവരുമാണ് ഈ ഇറോഷണൽ ലാൻഡ് ഫോം ക്രിയേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവ നദികൾ എന്ന് പറഞ്ഞാൽ നദി ഒഴുകി അധിക കാലമാകാത്ത, അല്ലെങ്കിൽ നദി ഒഴുകി ഒരുപാട് ദൂരം എത്താതെ നദിയുടെ ഉത്ഭവസ്ഥാനത്തുനിന്ന് കുറച്ച് ദൂരം, ആദ്യത്തെ കുറച്ച് ദൂരങ്ങളെയാണ് നമ്മളെപ്പോഴും യങ് സ്റ്റേജ് ഓഫ് എ റിവർ, യുവത്വം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക നദീനെ സംബന്ധിച്ചിടത്തോളം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് തുടങ്ങി ഒഴുകി തുടങ്ങുന്ന സമയം അവൻ യുവനാണ്. അത് ഒഴുകി കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ മെച്യൂർ സ്റ്റേജിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതലും ഇറോഷൻ നടക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞ മക്കളെ? യൂത്ത്ഫുൾ റിവേഴ്സിൻ്റെ കാര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ യുവത്വമുള്ള നദികളുടെ കാര്യത്തിലാണ് കാര്യമായി ഇറോഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സ്വാഭാവികമാണ്. പർവ്വതങ്ങളുടെ കാര്യത്തിൽ
എന്തായാലും നദി ഒറിജിനേറ്റ് ചെയ്ത ഒരു മലമുകളിലായിരിക്കുമല്ലോ. മലമുകളിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അവൻ ഒഴുകാൻ ശ്രമിക്കുന്ന സമയത്ത് അവന് കാണാൻ സാധിക്കുന്നത് വളരെ ഉയർന്ന ഒരു സ്ലോപ്പാണ്. ഉയർന്ന സ്ലോപ്പിൽ നദി ഒഴുകുന്നതിൻ്റെ വേഗത, വെലോസിറ്റി, അതും വളരെ കൂടുതലായിരിക്കും. വളരെ ഉയർന്ന വേഗതയിൽ ഒഴുകുന്ന നദി ആയതിനാൽ തന്നെ അതിൻ്റെ ഫോഴ്സ് ഓഫ് ആക്ഷൻ വളരെ കൂടുതലും ഒഴുകുന്ന പ്രതലത്തെ അവൻ കാര്യമായിട്ട് ഇറോഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഈ പർവ്വതത്തിൻ്റെ ചെരിവ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നദിയുടെ ഒഴുക്കിൻ്റെ വേഗത കുറയുന്നത് കാണാൻ സാധിക്കും. വേഗത കുറയുമ്പോൾ നദിക്ക് ഇറോഡ് ചെയ്യുവാനുള്ള കപ്പാസിറ്റിയും കുറഞ്ഞ് വരുന്നത് കാണാം. അതുകൊണ്ടാണ് യങ് സ്റ്റേജിലാണ് ഏറ്റവും അധികം ഇറോഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് നദികൾ എന്ന് പറയാൻ കാരണം. നമ്മൾ ഇന്ന് കണ്ട ഒരു PYQൻ്റെ ഒരു ഉത്തരം ഇതാണ്. ക്ലിയർ ആണോ മക്കളെ? ഏതൊരു നദിയുമായിക്കോട്ടെ, ബീറ്റ് എനി റിവർ, ഹിമാലയൻ നദിയോ ഉപദ്വീപീയ നദിയോ കിഴക്കോട്ടൊഴുകുന്നവനോ പടിഞ്ഞാറോട്ടൊഴുകുന്നവനോ എന്ത് നദിയായാലും നദി ഉത്ഭവിച്ചൊഴുകണമെങ്കിൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴെ സ്ഥലത്തേക്കായിരിക്കും. ആ ഉത്ഭവിച്ചൊഴുകുന്ന ആദ്യ സമയങ്ങളിലായിരിക്കും ഇവന് ചെയ്യാൻ പറ്റുന്ന ഇറോഷൻ്റെ പരമാവധിയും ഇവൻ ഇറോഡ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് നോക്കാം. റണ്ണിങ് വാട്ടർ ഈസ് ദി പ്രൈമറി ഫോഴ്സ് ഷേപ്പിംഗ് ദ എർത്ത് സർഫസ് ആൻഡ് ദ വേ എ റിവർ ഫ്ലോസ് ഇസ് കൺട്രോൾഡ് ബൈ 4 കീ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ നദി ഒഴുകുന്നത് 4 പ്രധാന ഘടകങ്ങളാൽ കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നദി ഉണ്ടാക്കുന്ന ഇറോഷൻ 4 പ്രധാന ഫാക്ടേഴ്സിനാൽ ഡിപ്പെൻഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്ന്, എമൗണ്ട് ഓഫ് വാട്ടർ. Absolutely. The amount of water determines the total energy and volume available for transport. അതായത് ഇറോഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി, നദിയുടെ ജലലഭ്യതയെ മുകളിൽ നിന്ന് താഴേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം വെള്ളം ആ സ്ട്രീമിലുണ്ട് എന്നതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനിങ് ഫാക്ടറാണ്. നദിയുടെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുന്നതിനുപരി നമുക്ക് ഇവനെ ഇങ്ങനെയും പറയാം കേട്ടോ. ഇറോഷനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നദി ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് എങ്ങനെയാകണം ഡെവലപ്പ് ചെയ്യപ്പെടുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് നമുക്കിത് പറയാൻ പറ്റുന്നതാണ്. ഒന്ന്, എമൗണ്ട് ഓഫ് വാട്ടർ. 2, റോക്കിൻ്റെ സ്ട്രക്ചർ, ത്രൂ വെയർ ദിസ് വാട്ടർ ഇസ് ആക്ച്വലി ഫ്ലോയിങ്. ഹൗ ഈസിലി ദ റിവർ ബെഡ് ക്യാൻ ബി ഇറോഡഡ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ്. അതായത് റോക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒഴുകുന്ന റോക്കിൻ്റെ ഹാർഡ്നെസ് ആണ്. ഏതോ പ്രതലത്തിലൂടെ, അപ്പോൾ ഏതോ ഒരു മലനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്നു നമ്മൾ പറഞ്ഞുവല്ലോ. ആ ഒഴുകുന്ന പ്രതലത്തിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ എന്തൊക്കെ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. വളരെ ഹാർഡായിട്ടുള്ള റോക്കാണോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റോക്കാണോ, അതോ രണ്ടും കൂടി ഇടകലർന്ന് കിടക്കുന്ന തരത്തിലുള്ള റോക്ക് സ്ട്രക്ചറാണോ, എങ്കിലെല്ലാം ഉണ്ടാകുന്ന രൂപീകരണം അല്ലെങ്കിൽ ലാൻഡ് ഫോമിൻ്റെ ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഞാൻ അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. 3, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. ഞാൻ അത് ഓൾറെഡി സൂചിപ്പിച്ചു. ടെറൈനിൻ്റെ സ്ലോപ്പ്, ഈ വെള്ളം കടന്നു വരുന്ന പ്രതലത്തിൻ്റെ ചെരിവ് കൂടുതലാണെങ്കിൽ വേഗത കൂടും, ഇറോഷൻ കൂടും. ചെരിവ് കുറവാണെങ്കിൽ വേഗത കുറയും, ഇറോഷൻ കുറയും. ജനറൽ ടെൻഡൻസിയാണ് ഞാൻ ഈ പറഞ്ഞത്. എമൗണ്ട് ഓഫ് സെഡിമെൻറ്റ്സ്, 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇവൻ്റെ ഇറോഷണൽ ടൂൾസ്. നദിയുടെ ഇറോഷണൽ ടൂൾസ് എന്ന് പറയുന്നത് ഇവൻ വേറെ എവിടുന്നോ ഇറോഡ് ചെയ്ത് കൊണ്ടുവരുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഒരിടത്ത് നിന്ന് ഇളക്കിയെടുത്ത പാറക്കഷ്ണങ്ങൾ മറ്റൊരിടത്ത് കൊണ്ടുപോയി പാറയിന്മേൽ ഉരച്ച് ആ പാറക്കഷ്ണങ്ങളെ അവിടെ നിന്ന് ഇളക്കിയെടുക്കുന്നതിന് നദി പ്രയത്നിക്കുന്നുണ്ട്. അതായത് നദിയുടെ ഇറോഷൻ ചെയ്യാനുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നദി കൊണ്ടുവരുന്ന സെഡിമെൻറ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ്. പിടികിട്ടുന്നുണ്ടോ? സോ എത്രത്തോളം സെഡിമെൻറ്റ് നദി കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇറോഷൻ. അപ്പോൾ കൂടുതൽ സെഡിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു റിവർ ആണെങ്കിൽ അവൻ കൂടുതൽ ഇറോഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് സാരം. അപ്പർ സ്ട്രീമിലാണ്, ലോവർ സ്ട്രീമിലാണെങ്കിൽ ഡെപ്പോസിഷനെ നടക്കൂ. അപ്പ് സ്ട്രീമുകളിൽ കൂടുതൽ സെഡിമെൻറ്റോടുകൂടി വരുന്ന നദികൾ എന്തിനു സഹായിക്കും? കൂടുതൽ ഇറോഷന് സഹായിക്കും. ബിക്കോസ് ഒരുപാട് ഏജൻസ് അവിടെ, ഒരുപാട് പേര് ഇങ്ങനെ ഫ്രിക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഈ സെഡിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാറ കഷ്ണങ്ങളും ചെറിയ ചെറിയ ഉരുളം കല്ലും മറ്റുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കല്ലൊക്കെ ഈ ഒഴുകിൻ്റെ കൂട്ടത്തിൽ, ഒഴുകുന്നതിൻ്റെ സൈഡിലും ആ റിവർ ബെഡിലും ഒക്കെ ഇടിച്ചിടിച്ച് കാര്യമായിട്ട് എന്ത് നടത്തും? ഇറോഷൻ നടത്തും. അതുകൊണ്ടാണ് ഈ 4 ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയിരിക്കേണ്ടത്. ഓക്കെ, സോ നദി അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോം എത്രത്തോളം ആകും അല്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്. ഒന്ന്, ദി എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ദ സ്ട്രീം ഇസ് ആക്ച്വലി ഇൻക്ലൂഡിങ്. 2, റോക്ക് സ്ട്രക്ചർ. ഓക്കെ, ബെഡ് റോക്കിൻ്റെ ഒരു ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒരു ഇറോഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നുള്ളത് സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, ഇറ്റ് ഡിറ്റർമിൻസ് ദി വെലോസിറ്റി ആൻഡ് ദെയർ ബൈ പിന്നെ ഇറോഷൻ.
ഇപ്പോൾ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ഇറോഷൻ കൂടും, വെലോസിറ്റി കുറവാണെങ്കിൽ ഇറോഷൻ കുറയുന്ന കണ്ടീഷൻ. 4 എമൗണ്ട് ഓഫ് ദി സെഡിമെൻസിൻ്റെ എമൗണ്ടും ഇറോഷനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നൊരു ടൂളായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ മക്കളെ? നോക്കാം. നദി ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്തുള്ള നദിയുടെ സ്റ്റേജസ് ഞാനിപ്പോൾ ഓൾറെഡി സൂചിപ്പിച്ചാണ്, ജസ്റ്റ് ഒന്ന്. ഓക്കെ, എന്നാലും ഒന്ന് വായിക്കാം. A river's journey from its source to its mouth is divided into 3 distinct phases. ഏതൊക്കെയാണ്? അപ്പർ ഫേസ്, മിഡിൽ ഫേസ്, ലോവർ ഫേസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒരു നദി അതിൻ്റെ സോഴ്സിൽ നിന്ന്, ഒറിജിനിൽ നിന്ന് തുടങ്ങി അതിൻ്റെ മൗത്ത് എന്ന് പറയുന്നതാണ് എൻഡ് കേട്ടോ, റിവറിൻ്റെ എൻഡ്. അതായത് നദി കടലുമായിട്ട് ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നദി കായലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റാണ് റിവർ മൗത്ത് എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. അവിടെ എത്തുന്നത് വരെ പൊതുവേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന നദിക്ക് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ്. ഒരു അപ്പർ സ്റ്റേജ് ഉണ്ട്. ആൻഡ് ദിസ് അപ്പർ സ്റ്റേജ് ഇസ് കോൾഡ് ദി യൂത്ത് സ്റ്റേജ് ഓർ ദി മൗണ്ടെയിൻ സ്റ്റേജ്. യെസ്, കാരണം ഫ്രം വേർ ഇറ്റ് ഈസ് ഒറിജിനേറ്റിംഗ്, ആ ഒറിജിനേറ്റ് ചെയ്യുന്നിടത്തുനിന്ന് ഇവൻ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ യൂത്ത് ആയിരിക്കും, നമ്മൾ പറഞ്ഞു. ആ യൂത്ത് സ്റ്റേജ്. രണ്ടാമത്തത് മിഡിൽ സ്റ്റേജ്. മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി എന്ന് പറയാം. ഒരുവിധം അവൻ്റെ ഒഴുക്കൊക്കെ ഒന്ന് ഡീസൻ്റ് ആക്കി, വേഗതയൊക്കെ ഒന്ന് കുറച്ച്, ഡെപ്പോസിഷൻസൊക്കെ തുടങ്ങി, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മോഡറേറ്റ് ഫേസാണ് ശരിക്കും പറയാം മിഡിൽ. എപ്പോഴും മിഡിൽ ഒരു മോഡറേറ്റ് ആണല്ലോ. ഏറ്റവും അവസാനത്തത് ലോവർ കോഴ്സാണ്. ലോവർ കോഴ്സ് എന്ന് പറയുന്നതാണ് ഓൾഡ് ഏജ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലോവർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ്, വയ്യ, ഇനി ഇറോഷനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, ഉള്ളതൊക്കെ ആർക്കെങ്കിലും കൊടുത്ത്, അല്ലേ, അപ്പോൾ ഈ പ്രായമായ ആൾക്കാരെ പോലെയാണ് അവർ. പിന്നെ കയ്യിലുള്ളതൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. കയ്യിൽ എന്തെങ്കിലും കാശിരിക്കുവാണെങ്കിൽ കൊച്ചുമക്കൾക്ക് കൊടുക്കുക, കഴിക്കാൻ കിട്ടുന്ന ആഹാരങ്ങൾ ബാക്കിയുള്ള പിള്ളേർക്കും മറ്റുമൊക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഇനി പിടിച്ചടക്കലുകൾക്ക് വലിയ കാര്യമില്ല, അല്ലെങ്കിൽ വലിയ ആയുസ്സില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് പോലെ, അല്ലെ, പിടിച്ചടക്കിക്കൊണ്ട് ഇനിയിപ്പോൾ എന്താ പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഓൾഡ് ഏജ്. എന്നാലും പിടിച്ചടക്കിയേ തീരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഓൾഡ് ഏജുകളും ഉണ്ട് കേട്ടോ ചിലയിടങ്ങളിലൊക്കെ. ആൾക്കാരുടെ കാര്യം പറഞ്ഞതാണ്. അതുപോലെ ഇവിടുത്തെ ഓൾഡ് ഏജ് പക്ഷേ നമ്മൾ പറയുന്ന നോർമൽ കണ്ടീഷനാണ്. ഇനി പിടിച്ചടക്കലുകളില്ല, ഇനി ഉള്ളതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി മാത്രമുള്ള ടൈപ്പാണ് ഓൾഡ് ഏജ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ഷൻ യൂത്തിൽ കാര്യമായിട്ട് ഇറോഷൻ, സ്ട്രോങ് വെർട്ടിക്കൽ ഇറോഷനാണ് സംഭവിക്കുക. മിഡിൽ ഏജിൽ ലാറ്ററൽ ഇറോഷൻ, സൈഡുകളിൽ വരമ്പുകളിലുള്ള ഇറോഷൻ നടക്കുകയും അതുപോലെ ഡെപ്പോസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മെച്യൂരിറ്റി സ്റ്റേജിൽ ഓൾഡ് ഏജ് ആകുമ്പോൾ ഉള്ളി ഡെപ്പോസിഷൻ അത് കാര്യമായിട്ട് നടത്തുകയും ചെയ്യും. ഇങ്ങനെ വി ഷേപ്ഡ് വാലീസ്, വാട്ടർഫാളുകൾ, റാപ്പിഡ്സ്, ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ അപ്പർ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു മിഡിൽ സ്റ്റേജൊക്കെ ആകുമ്പോൾ മിയാൻഡറിങ്, ഓക്സ്ബോ തടാകങ്ങൾ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ലോവർ സ്റ്റേജിൽ ഡെൽറ്റ, ഫ്ലഡ് പ്ലെയിൻസ് ഒക്കെ പോലുള്ള കണ്ടീഷൻസ് നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്ന രൂപങ്ങളെ നമുക്ക് കാണാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ആ ഒരു മെക്കാനിസം, റിവർ ഇറോഷൻ്റെ മെക്കാനിസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കി പോവാം. 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക റിവേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇറോഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഒന്ന് കൊറേഷനാണ്, അല്ലെങ്കിൽ അബ്രാഷൻ. കൊറേഷൻ എന്നോ അബ്രാഷൻ എന്നോ വിളിക്കാം. എന്താണ് കൊറേഷൻ അല്ലെങ്കിൽ അബ്രാഷൻ എന്ന് പറയുന്നത്? യു ക്യാൻ സീ ഫ്രം ദി ഫിഗർ ഹിയർ. ദിസ് ഈസ് ദി സാൻഡ് പേപ്പർ ഇഫക്റ്റ് ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ റിവർ യൂസ് ഇറ്റ്സ് ലോഡ് പെബിൾസ്, സാൻഡ്, റോക്ക്, നമ്മൾ സെഡിമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ കാര്യം, ടു ഗ്രൈൻഡ് അഗെയിൻസ്റ്റ് ദ റിവർ ബെഡ് ആൻഡ് ബാങ്ക്സ്. അപ്പോൾ നദിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നദി കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ്, നദിയിൽ സെഡിമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെഡിമെൻറ്റ്സ് നദിയുടെ ബോട്ടത്തിൽ അല്ലെങ്കിൽ റിവർ ബെഡിലൊക്കെ വന്ന് ഇടിച്ച്, ഈ നദി ഒഴുകുന്നതിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് റിവർ ബെഡിലിടിച്ച് അതിൻ്റെ സൈഡിൽ നദിയുടെ തീരങ്ങളിൽ ഇടിച്ചൊക്കെ എന്ത് ചെയ്യൂടെ, ഇവിടെ ഉള്ള മെറ്റീരിയൽസിനെയൊക്കെ പതുക്കെ പിന്നെയും ഇതിനകത്ത് റോഡ് ചെയ്ത് കൊണ്ടുപോകും. ആ പ്രോസസ്സാണ് നമ്മുടെ അബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഒരു നമ്മളൊരു സർഫസിൽ നിന്ന് ഇങ്ങനെ മെറ്റീരിയലിനെ ചുരണ്ടി ഇളക്കത്തില്ലയോ, സമാനമായ സിറ്റുവേഷൻ. ഇവിടെ ഹയർ വെലോസിറ്റി ഈ പറയുന്ന ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. റിസൾട്ട്, ഇറ്റ് ഡീപ്പെൻസ് ദി ആൻഡ് വൈഡൻസ് ദി ചാനൽ ഓവർ ടൈം. ഒരുപാട് കാലം എടുക്കുന്ന സമയത്ത് പതുക്കെ ഈ അബ്രേഷൻ കാരണം കണ്ടോ ഇവിടെ പാഴം ഇതിങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഈ അബ്രേഷൻ നടന്ന് ഇതിങ്ങനെ കുഴിഞ്ഞു, ആലോചിച്ചാൽ മതി. അതുപോലെ വൈഡനിങ് നടക്കുന്നുള്ളതാണ്. 2 അട്രിഷൻ. രണ്ടെന്നാണ് അട്രിഷൻ. അട്രിഷൻ നേരിട്ട് ഈ റിവറിൻ്റെ ഇറോഷനെ അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് പറയാൻ പറ്റത്തില്ല. ദിസ് ഇൻവോൾവ്സ് ദി റിവേഴ്സ് ലോഡ് ഹീറ്റിംഗ് ഈച്ച് അതർ. നമ്മൾ ഈ പറഞ്ഞ സെഡിമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പൊളിച്ചെടുക്കുന്ന സെഡിമെൻറ്റ്സ്, ആ സെഡിമെൻറ്റ്സ് പരസ്പരം കൂട്ടിയിടിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ വലിയ സെഡിമെൻറ്റുകൾ എന്തായിട്ട് മാറൂടെ, ചെറിയ സെഡിമെൻറ്റുകളായിട്ട് മാറും. വലിയ 2 സെഡിമെൻറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഇടിച്ച് അതൊരു ചെറിയ 4 സെഡിമെൻറ്റുകളായിട്ട് മാറുന്ന കണ്ടീഷൻ വരും. ഇതിനെയാണ് നമ്മൾ അട്രീഷൻ എന്ന് പറയുക. ഇതാണ് അട്രീഷൻ, അക്രീഷൻ അല്ല അട്രീഷൻ. As rocks and pebbles are transported downstream, they collide and break into smaller, smoother and more rounded fragments.
This does not erode the river banks, it only changes the sediment itself. ആ സെഡിമെൻറ്റുകൾക്ക് മാറ്റം കൊണ്ടുവരികയാണ്, അല്ല റിവർ ബാങ്കിന് വലിയ മാറ്റമൊന്നും കൊണ്ടുവരുന്നവനല്ല. വലിപ്പമേറിയ വസ്തുക്കൾ എന്തായി മാറുന്നതാണ്? വലിപ്പം കുറഞ്ഞ സെഡിമെൻറ്റ്സ് ആയിട്ട് മാറുന്ന കണ്ടീഷനാണ് അട്രിഷൻ എന്ന് പറയുന്നത്. 3, ഹൈഡ്രോളിക് ആക്ഷൻ. സിമ്പിളാണ്, ആ വെള്ളത്തിൻ്റെ പ്രഷറാണ്. The sheer force of the moving water itself. Water is forced into the cracks and creeps in the river banks. This compresses the air inside, and when the water retreats, the air expands explosively, shattering the rock. ഇപ്പോൾ പാറകളിലൂടെ വെള്ളം ഈ റോക്ക് ബെഡിലൂടെയൊക്കെ ഒഴുകി വരുമ്പോൾ പലയിടങ്ങളിലും ഗ്യാപ്പുകൾ കാണും. ആ റോക്ക് ബെഡിലൊക്കെ ഫിഷേഴ്സും ഗ്യാപ്പും ഒക്കെ കാണും. അതിനകത്തോട്ടൊക്കെ ഇവൻ വെള്ളം ഇറങ്ങുകയും ആ എയറിനെ കംപ്രസ് ചെയ്യുകയും തിരിച്ച് വെള്ളം ചാടി അതിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അത് വീണ്ടും പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വഴി റിവർ ബെഡിലുള്ള ക്രാക്കുകൾ വീണ്ടും വീണ്ടും പതുക്കെ വലുതാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന ഇഫക്റ്റ് കാരണം റോക്കുകൾക്ക് ചേഞ്ചസ് സംഭവിക്കുന്നതിനാണ് ഈ ഒരു ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുക. ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേരിൽ നിന്ന് കിട്ടും, വെള്ളമാണ് ഇവിടുത്തെ എന്താ പറയുക കലാകാരൻ എന്ന് പറയുന്നത്. The most powerful during floods or in high velocity upper stages. Significant bank erosion and collapse of large chunk of earth into river. പെട്ടെന്ന് ഒരു വലിയ ക്വാണ്ടിറ്റിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിലുള്ള പാറയൊക്കെ ഒരുമിച്ച് ഇടിഞ്ഞൊക്കെ വീഴുക എന്നൊക്കെ പറയുന്നത് ഈ ഹൈഡ്രോളിക് ആക്ഷൻ്റെ ഫലമായിട്ടാണ്. അതാണ് ഫ്ലഡിങ് സമയത്തൊക്കെ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഹൈഡ്രോളിക് ആക്ഷൻസ് മുഖാന്തരമുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. 4, കൊറോഷനാണ് അല്ലെങ്കിൽ സൊല്യൂഷൻ. സിമ്പിളാണ്, പേരിൽ രണ്ടാമത്തെ ആൾ പറയുന്നത് നോക്കിയാൽ മതി. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് കെമിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പോണൻറ്റ്സ് റിവർ ബെഡിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ റോക്കിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഡിസോൾവ് ചെയ്ത് ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്ന പരിപാടി ഉണ്ടാവും. അത്തരത്തിൽ മെറ്റീരിയൽസിൻ്റെ ഇറോഷൻ നമുക്ക് പറയാനും സാധിക്കും. അതാണ് കൊറോഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ റിവർ എന്ന അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ എന്ന ഏജൻറ്റ് ഇറോഷൻ നടത്തും അല്ലെങ്കിൽ ഡെപ്പോസിഷൻ നടത്തും എന്ന് പറയുന്നതിൽ ഇറോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ടൈപ്പിലെ ലാൻഡ് ഫോമിലേക്ക് കടന്നു പോകാം. ഇറോഷൻ സംഭവിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഓരോ ടൈപ്പ് ലാൻഡ് ഫോമിലേക്ക് പോകുന്നതാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് വാലീസ്. ആദ്യം ഉണ്ടാക്കുന്നത് താഴ്വരകളാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ ചെറിയ വാലി, താഴ്വരകൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് നേരത്തെ ഈ നിങ്ങളുടെ വീട്ടുവളപ്പിലൊക്കെ മഴയ്ക്ക് ശേഷം ചെറിയ ഇറോഷൻ നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചു. അതായത് നമ്മുടെ ഒരു സ്ലോപ്പുള്ളൊരു സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, സ്ലോപ്പുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇതിങ്ങനെ നിന്നിരുന്ന സ്ഥലമാണ്. മഴയൊക്കെ നല്ല പോലെ പെയ്യുക. ഇവിടെ ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു എന്ന് വെച്ചോ, ചെറിയൊരു കുഴി പോലെ ഉണ്ടായിരുന്നു എന്ന് വെച്ചോ. അപ്പോൾ ഈ കുഴിയുള്ള സ്ഥലത്തിലേക്ക് സ്വാഭാവികമായിട്ടും മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട്. ആ പെയ്യുന്ന വെള്ളം മുഴുവൻ ഈ കുഴിയുള്ള സ്ഥലത്തേക്ക് അക്യൂമുലേറ്റ് ചെയ്യപ്പെടുകയും ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഒഴുകി പോവുകയും ചെയ്യും. അല്ല, ഈ ഒരു കുഴീനെ ബേസ് ചെയ്തിട്ട് ഒഴുകി പോകും. ചെറിയൊരു ഡിപ്രഷൻ ആയിരിക്കും, പക്ഷേ അതുവഴി കൂടുതൽ വെള്ളം ഒഴുകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒഴുകുമ്പോൾ ഈ കുഴിക്ക് എന്തോ സംഭവം, ഈ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്ന എന്ത് സംഭവിക്കുക, അത് കുറച്ചൊരു ഡീപ്പറാവും അല്ലേ. അപ്പോൾ കൂടുതൽ വെള്ളം അതുവഴി വീണ്ടും ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അത് കൂടുതൽ വൈഡനാവും. അങ്ങനെ കൂടുതൽ വൈഡനായി കുറേ കാലം, ആയിരക്കണക്കിനോ 10,000കണക്കിനോ വർഷങ്ങൾക്ക് ശേഷം നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിലനിന്നിരുന്നൊരു പർവ്വതം ഇപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. നമ്മൾ ഹിമാലയത്തിൻ്റെ നദികൾ വെച്ച് ഡിവൈഡ് ചെയ്തതൊക്കെ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. ഇത് മാലകൾ തൂക്കിയിട്ടിരിക്കുന്നതല്ല, ഓരോ തവണത്തെയും ഇറോഷൻ ഇങ്ങനെ ഡീപ്പൻ ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചേക്കുന്നതാണ് കേട്ടോ. റൈറ്റ്. ഇങ്ങനെ ഉണ്ടാകുന്ന നിർമ്മിതികളെയാണ് നമ്മൾ വാലീസ് എന്ന് പറയുന്നത്. സോ വാലീസ് സ്റ്റാർട്ട് ആസ് സ്മോൾ ആൻഡ് നാരോ റിൽസ്. അതാണ് ഈ ചെറിയ കുഴിവുകളെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് റില്ലുകളെന്ന് പറയുക. The rills will gradually develop into long and wide gullies. Gullies എന്ന് പറഞ്ഞാൽ ചാലുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, ചെറിയ കനാൽ പോലെ ചാലെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന വലിപ്പം, ഒരു മുട്ട് വരെയുള്ളൊരു ഹൈറ്റ് എന്നൊക്കെ പറയണ മാതിരി ഉള്ള ഗള്ളീസായിട്ട്, ചാലുകളായിട്ട് മാറുകയും ആൻഡ് ദീസ് ഗള്ളീസ് വിൽ ഫർദർ ഡീപ്പൻ, വൈഡൻ ആൻഡ് ലെങ്തൻ, ഗിവ് റൈസസ് ടു വാലീസ്. ഈ പാറയും കണക്റ്റഡ് ആയിരുന്നു പണ്ട്. ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ നദി ഒഴുകി വന്നു. ഈ ഒഴുകിയ നദി പതുക്കെ ഈ ചാനലിനെ ഡീപ്പൻ ചെയ്ത് ഇന്ന് കാണുന്ന പോലെ ഇങ്ങനെ എടുത്തേക്കുന്നതാണ്. 10,000കണക്കിന് വർഷം എടുത്തിട്ടുണ്ടാവണം. ആലോചിച്ച്. ഇപ്പോൾ വാലി ആരാ ക്രിയേറ്റ് ചെയ്തത്? ഇങ്ങനൊരു താഴ്വര ഇവിടെ വന്നിട്ട് ഇരുഭാഗത്തും പർവ്വതവും ഇവിടെ ഒരു താഴ്വരം എന്ന രീതിയിൽ ഇതുണ്ടാവാൻ കാരണക്കാരനായത് ആരാണ്? അപ്പോൾ ഒരു നദിയാണ്. നദിയുടെ നദി ഇവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ മുഴുവൻ ഇറോഡ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും പാറകളും വേറെ എവിടെയോ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കി. ഈ പാറ എടുത്തുകൊണ്ട് തീരദേശത്ത്
ഹാർബർ പണിയാൻ മണ്ണ് കൊണ്ട് കൊടുത്തത്. ആലോചിച്ച് നോക്ക് അല്ലേ, തമാശ. ഇത് എപ്പോഴും ഇങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 മലയിടുക്കുകൾ അല്ലാതെ ഇങ്ങനെ ഫോം ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനിടയിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്രഷൻ കണ്ടിട്ട് അതുവഴി നദിക്ക് ഒഴുകുകയും ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വിന്ധ്യ സത്പുര റേഞ്ചസിൻ്റെ കാര്യത്തിൽ അവിടെ ഇങ്ങനെ വാലി ക്രിയേറ്റ്, നമ്മുടെ നർമ്മദയും താപ്തിയൊക്കെ ഒഴുകും. അവിടെ ഇങ്ങനെയൊന്നുമല്ല, ഈ റോഡ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ അല്ല. അവിടെ ആ ഒരു ഖണ്ഡപർവ്വതങ്ങൾ ഫോം ചെയ്യുകയും അതിനിടയിൽ താഴ്ച ഉണ്ടാവുകയും ആ താഴ്ചയിലൂടെ നദി ഒഴുകുകയും ചെയ്തതാണ്. ഇവിടെ നദി ഒഴുകിയത് മുകളിലൂടെ ആയിരുന്നിരിക്കാം, ചെറിയൊരു ഡിപ്രഷൻ ഇവിടെ ഉണ്ടായിരുന്നിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ ഡിപ്രഷൻ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ഡിപ്രഷനിലൂടെ കൂടുതൽ നദി ഒഴുകി ആ ഡിപ്രഷനെ വൈഡൻ ചെയ്ത് വലുതാക്കി ഒരു താഴ്വര എന്ന രീതിയിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? അപ്പോൾ ഇതാണ് വാലീസ് അല്ലെങ്കിൽ താഴ്വരകൾ. തീർന്നില്ല, താഴ്വരകൾ പലതരത്തിലുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് വി ഷേപ്ഡ് വാലീസ്. ഇറ്റ് ഈസ് എ നാരോ വാലി വിത്ത് വെരി സ്റ്റീപ്പ് സ്ലോപ്പ് സൈഡ്സ് ദാറ്റ് റിസംബിൾസ് ദ ലെറ്റർ വി. വി എന്ന ലെറ്ററിന് സമാനമായ രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇപ്പം നോക്കി ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഒരു വി ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ടോപ്പ് വളരെ വൈഡനും താഴോട്ടെത്തുന്നതനുസരിച്ച് വളരെ നാരോ ആയിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വളരെ നാരോ വാലിയാണ്, വെരി നാരോ വാലിയാണ് വി ഷേപ്ഡ് വാലീസ് എന്ന് പറയാൻ പറ്റുക. ഇതാണ് ഭാവിയിൽ ഈ വി ഷേപ്ഡ് വാലി ഫർദർ ഇറോഷന് വിധേയമാകുമ്പോഴാണ് ഇവൻ യു ഷേപ്ഡ് വാലി ആയിട്ട് മാറുന്നത് കേട്ടോ. ഇവൻ യു ഷേപ്ഡ് ആയിട്ട് മാറും. കുറേ കൂടിയൊക്കെ കഴിയുമ്പോൾ പതുക്കെ ഇതിൻ്റെ പോർഷൻസൊക്കെ വളഞ്ഞ് ഇത് യു ഷേപ്ഡ് വാലി ആയിട്ട് മാറും. വി ഷേപ്ഡ് യു ഷേപ്ഡും വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കണ്ടീഷൻസ്. തിരിച്ചു വരാം മക്കളെ. അപ്പോൾ അത് വി ഷേപ്ഡ് വാലി അല്ലെങ്കിൽ യു ഷേപ്ഡ് വാലി എന്ന് പറയുന്ന കണ്ടീഷൻ. 2 ഗോർജിൻ്റെ പ്രത്യേകത എന്താ? ഗോർജിൻ്റെ പ്രത്യേകത വളരെ ഡീപ്പായിട്ടുള്ളൊരു താഴ്വരയാണ് ഗോർജ്. ഇപ്പോൾ ഇവിടെ വാലീസിൻ്റെ ടൈപ്പുകളാണ് കേട്ടോ നമ്മൾ പറയും. വാലീസിൽ പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് വി ഷേപ്ഡ് വാലി. 2 ഗോർജ്. ഗോർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീപ്പ് വാലി വിത്ത് വെരി സ്റ്റീപ്പ് സ്ട്രെയിറ്റ് സൈഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ ഈ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ചിത്രവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിറങ്ങുന്ന സ്ലോപ്ഡ് ആയിട്ടുള്ള സൈഡ്സ് ആണ് നാം കാണാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ വളരെ കുത്തനെയുള്ള കണ്ടോ, വളരെ കുത്തനെ നിൽക്കുന്ന സൈഡുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഞാൻ ഈ ബോട്ടം വിഡ്ത്ത് എടുത്ത് നോക്കിയാലും ടോപ്പിലെ ഓപ്പണിംഗ് വിഡ്ത്ത് എടുത്ത് നോക്കിയാലും ദ വിഡ്ത്ത് റിമെയിൻസ് മോർ ഓർ ലെസ്. ഇപ്പോൾ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് അളന്ന് സെയിം ആയിട്ട് കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മോർ ഓർ ലെസ് സെയിം ആയിട്ടുള്ള വിഡ്ത്തായിരിക്കും എവിടെ, ടോപ്പ് ടു ബോട്ടം. എ ഗോർജ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ വിഡ്ത്ത് അറ്റ് ഇറ്റ്സ് ടോപ്പ് ആസ് വെൽ ആസ് ഇറ്റ്സ് ബോട്ടം. അപ്പം മുകളിലും താഴെയും ഏകദേശം ഒരേ രീതിയിലുള്ള വീതി തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു വെർട്ടിക്കൽ കട്ടിങ്ങോടുകൂടി കാണുന്ന താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഗോർജ്. ഗോർജ് എവിടെ ഫോം ചെയ്യും? ഹാർഡ് റോക്സ്. ഈ പ്രതലം മുഴുവൻ ഹാർഡ് സർഫസ് റോക്ക് ആണെങ്കിൽ എല്ലായിടത്തും നടക്കുന്ന ഇറോഷൻ വളരെ ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഹാർഡ് റോക്ക് പ്രതലങ്ങളിലായിരിക്കും ആരെ കാണാൻ സാധിക്കുക? ഗോർജസ് കാണാനായിട്ട് സാധിക്കുക. പിന്നെ മൂന്നാമതായി കാണാൻ പറ്റുന്നൊരു താഴ്വരയാണ് കാനിയൻസ് എന്ന് പറയും. ദ ഗ്രാൻഡ് കാനിയൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് USA കാനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോർജ് പോലെ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഗോർജ് പോലുള്ള ഡെപ്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വ്യത്യാസം ഇത്രേ ഉള്ളൂ, ഗോർജിൻ്റെ കാര്യത്തിൽ വെർട്ടിക്കലി കട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിരുന്നെങ്കിൽ ഗോർജ് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ടോപ്പ് കുറവും ബോട്ടം കുറച്ചുകൂടി വീതി കുറവും ടോപ്പ് കുറച്ചുകൂടി വീതി കൂടുതലുള്ള രീതിയിലേക്ക് നിൽക്കും. ഏകദേശം നമ്മൾ വി ഷേപ്ഡ് യു ഷേപ്ഡ് വാലി എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് കാനിയൻസിൻ്റെയും കാണാൻ സാധിക്കുക. ടോപ്പ് വൈഡർ ആയിരിക്കും, ബോട്ടം നാരോവർ ആയിരിക്കും എന്നുള്ളതാണ്. ഗോർജിൻ്റെ തന്നെ ഒരു വേരിയൻ്റാണ്. ഗോർജ് കറക്റ്റ് വെർട്ടിക്കലായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവും. കാനിയൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കലായിട്ടല്ല കട്ട് ചെയ്തിട്ടുണ്ടാവും, ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ആ യു ഷേപ്ഡ് വി ഷേപ്ഡ് ഒക്കെ പോലെ തന്നെയായിരിക്കും കാനിയൻസ് കട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ, ഹൊറിസോണ്ടലി ബെഡഡ് ആയിട്ടുള്ള സെഡിമെൻറ്റ്സിൽ ഇപ്പോൾ ഹൊറിസോണ്ടലി ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ നടന്നിടങ്ങളിലൊക്കെ ആയിരിക്കും പൊതുവേ നമുക്ക് കാനിയൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. വാട്ടർഫോൾസ് പൊതുവേ ഈ അപ്പർ സ്ട്രെച്ചസ് ഓഫ് ദി റിവറിലാണ് ഉണ്ടാവുക. വാട്ടർഫോൾസ് യൂഷ്വലി ഫോം വെയർ എ ലെയർ ഓഫ് ഹാർഡ് റോക്ക് ലൈസ് ഓവർ എ ലെയർ ഓഫ് സോഫ്റ്റ് റോക്ക്. ഒരു സോഫ്റ്റ് റോക്കിൻ്റെ മുകളിൽ ഒരു ഹാർഡ് റോക്ക് ഉണ്ടാവുന്ന കണ്ടീഷനിലാണ് പൊതുവേ വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ നദി ഇതുവഴി ഇങ്ങനെ ഒഴുകി വരുവാണ്. അപ്പോൾ ഇത് ഹാർഡർ റോക്കാണ്, ഇത് സോഫ്റ്റ് റോക്ക് ആണെങ്കിൽ ഈ സോഫ്റ്റ് റോക്കിൻ്റെ പോർഷൻസ് പതുക്കെ ഇറോഡ് ചെയ്ത് പോയി കാര്യമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഈ വാട്ടർഫോൾസ് എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് റോക്കിന് മുകളിൽ ഒരു ഹാർഡ് റോക്ക് എന്ന രീതിയിലുള്ള സ്ട്രക്ചറിൽ കാണുന്ന പ്രദേശങ്ങളിലാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. പൊതുവേ അപ്സ്ട്രീമുകളിലൊക്കെ തന്നെയായിരിക്കും. ഇവിടെ ഡിഫറൻഷ്യൽ ഇറോഷൻ, അത് ഇറോഷൻ ഒരുപോലെ ആയിരിക്കില്ല. The river erodes the softer rock much faster than the harder rock, creating a vertical step. എങ്ങനെ?
പറഞ്ഞുതരാം. As the river falls over the hard rock ledge, the force of the water and the debris it carries erode the soft rock underneath. The removal of the soft rock leaves the hard rock layer hanging without support. Eventually, the overhanging hard rock becomes too heavy and collapses into the river bed. ചുരുക്കം പറഞ്ഞു തരാം, നിങ്ങൾക്ക് ആ ചിത്രം കാണിച്ചാൽ മനസ്സിലാവും. ഇതാണ് ചിത്രം, കണ്ടോ? ഒരു എങ്ങനെ നമുക്കൊരു വാട്ടർഫോൾ റാപ്പിഡ്, എങ്ങനെ ഒരു റാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഈ ചെറു വെള്ളച്ചാട്ടം പോലെ നിൽക്കുന്നതിനാണ് റാപ്പിഡ് എന്ന് പറയാം കേട്ടോ. അതങ്ങനെ വാട്ടർഫോൾ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ സോഫ്റ്റ് റോക്ക് ഉണ്ടോ, ഇതിപ്പോൾ ഹാർഡ് റോക്കാണ്, ഇത് സോഫ്റ്റ് റോക്കാണ്. ഈ വെള്ളം ഒഴുകി പോകുന്നിടത്ത് ഈ സോഫ്റ്റ് റോക്കിനെ പതുക്കെ ഇവന് ഇറോഡ് ചെയ്തുകൊണ്ടുപോകും. അങ്ങനെ ആ ഭാഗത്തൊരു കാര്യമായിട്ടുള്ളൊരു വാട്ടർ ഫോൾ എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ഈ എന്താ പറയുക, ഈ സോഫ്റ്റ് റോക്ക് കുറച്ച് ഉള്ളിലോട്ട് കയറി കട്ട് ചെയ്തെങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ ഓവർ ഹാങ്ങിങ് പോർഷനും എന്ത് ചെയ്ത് പോകും, വന്ന് താഴെ വീണ് പോകും എന്ന രീതിയിലാണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത്. ഓക്കെ, ഇത് ഞാൻ പ്ലഞ്ച് പൂൾ എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. അതുകൊണ്ട് എല്ലാം പറഞ്ഞിരുന്നില്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാനത് പറയാം കേട്ടോ. റൈറ്റ്, ഈ പോർട്ട് ഹോൾസും പ്ലഞ്ച് പൂൾസും ഇപ്പോൾ പറഞ്ഞുതരാം. പോർട്ട് ഹോൾസും പ്ലഞ്ച് പൂൾസും നദി അല്ലെങ്കിൽ ഇറോഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ റിവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുനിന്ന് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ലാൻഡ് ഫോമാണ് പോർട്ട് ഹോൾസും പ്ലഞ്ച് പൂൾസും. പോർട്ട് ഹോൾസ് നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സംവിധാനമായിരിക്കും. റോഡുകളിലൊക്കെ നിങ്ങൾ കാണുന്ന കുണ്ടും കുഴിയും എന്നൊക്കെ പറയുന്ന കുഴികളെ നമ്മൾ പോർട്ട് ഹോൾസ് എന്നാണ് വിളിക്കുക. സിമിലർലി നദികൾ ഒഴുകുന്ന സ്ട്രീമുകളിൽ ബെഡ്സിൽ നമ്മൾ നോക്കിയാലും വി ക്യാൻ സീ എ ലോട്ട് ഓഫ് സച്ച് ഡിപ്രഷൻസ് ഇൻ ദി റിവർ ബെഡ്. അത് ഹാർഡ് സ്ട്രാറ്റ ആണെങ്കിലും മണ്ണല്ലാണ്ട് പാറയാണെങ്കിൽ പാറയിൽ ഇത്തരത്തിൽ ഒട്ടനവധി കുഴികൾ ഫോം ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ കുഴികളിൽ ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള ഡെബ്രിസ് അല്ലെങ്കിൽ ചെറിയ ഉരുളൻ കല്ലുകൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതും വെള്ളം വറ്റുന്ന സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദീസ് സ്ട്രക്ചേഴ്സ് വിതിൻ ദി എന്താ പറയുക റിവർ ബെഡ് ലുക്സ് ലൈക്ക് ഹോൾസ്. ആരോ ഡ്രിൽ ചെയ്ത് വെച്ച ഹോള് പോലെ എന്ന രീതിയിൽ കാണുന്ന ഇത്തരം സ്ട്രക്ചറുകളെയാണ് നമ്മൾ പോർട്ട് ഹോൾസ് എന്ന് പറയുക. ആൻഡ് ഹൗ ഡസ് ദിസ് മേക്ക്, എങ്ങനെ ഇത് ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ നദി ഒഴുകുന്ന പ്ലാറ്റ്ഫോമിൽ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ ഡിപ്രഷനിലേക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെഡിമെൻറ്റ്സ്, ചെറിയ ഉരുളൻ കല്ലുകളും സെഡിമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നിക്ഷേപിക്കപ്പെടുകയും ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും സർഫസിലൂടെ വെള്ളം ഒഴുകി പോകുന്നതനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ ആക്ഷൻ കാരണം ഇവൻ വീണ്ടും അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു ഊരുണ്ടും അവിടെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞ് വേണ്ട ബഹളമൊക്കെ കാണിച്ച് ഈ സർഫസിനെ വീണ്ടും റോഡ് ചെയ്ച്ച് കുഴിഞ്ഞ് അവിടെ കൂടുതൽ കുഴിയുമ്പോഴേക്കും കൂടുതൽ ഡെപ്പോസിറ്റുകൾ അവിടെ വന്ന് കൂടുതൽ മെറ്റീരിയൽസ് വന്ന് നിക്ഷേപിക്കപ്പെടുകയും വീണ്ടും ആ ഒരു ആക്ഷൻ നടക്കുകയും ഒരു പരിധി വരെ ഈ കുഴി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആണ് പോർട്ട് ഹോൾസ് ഉണ്ടാകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പിള്ളേരെ? റൈറ്റ്. ഇനി ആരാണ് പ്ലഞ്ച് പൂള്? പ്ലഞ്ച് പൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് പുറകിൽ പലയിടങ്ങളിലും നമ്മൾ ഗുഹകൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ പല ചിത്രങ്ങളിലും സിനിമകളിലും പാട്ടുകളിലും ഒക്കെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിലൊരു ഗുഹ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആൻഡ് ഹൗ ഡസ് ദിസ് മേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓപ്പണിംഗ് ഉണ്ടായത്? ഒരു ചോദ്യമാണോ? അല്ല. ഈ സാധനം ആക്ച്വലി പ്ലഞ്ച് പൂൾസ് കേവിങ് ക്രിയേറ്റ് ചെയ്തതാണ്. പ്ലഞ്ച് പൂൾസ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളം ഉണ്ടല്ലോ പിള്ളേരെ, ഈ വെള്ളം വന്ന് വീഴുന്നിടം സ്വാഭാവികമായിട്ടും ഒരല്പം താഴ്ന്നിരിക്കും മറ്റ് റിവർ ബെഡിനെ അപേക്ഷിച്ച്. ഈ വെള്ളം വന്ന് വീഴുന്നിടം ഒരല്പം താഴ്ന്നു തന്നെ ഇരിക്കും. അതിനകത്ത് കൺഫ്യൂഷനൊന്നും വേണ്ട. കാരണം ഈ നല്ല ഫോഴ്സിൽ വെള്ളം ഉയരത്തിൽ നിന്ന് വന്ന് വീഴുന്നതുകൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ട് കുറച്ചുകൂടി കൂടുതൽ ഇറോഷന് വിധേയമാകും. അവിടെ വീഴുന്ന വെള്ളവും അതുപോലെ തന്നെ വരുന്ന സെഡിമെൻറ്റുകളും എല്ലാം കൂടി ഇവിടെ ഒരു റൊട്ടേഷൻ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ വീഴുന്ന വെള്ളത്തിൻ്റെ പ്രഷർ സ്വാഭാവികമായിട്ടും അതിൻ്റെ തൊട്ട് പുറകിലുള്ള ബെഡിൻ്റെ റോക്ക് സ്ട്രക്ചറിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് കാരണം ഈ റോക്ക് സ്ട്രക്ചർ പതുക്കെ കാലാനുസൃതമായിട്ട് റോഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് കേവിങ്. ഇതിനെ കേവിങ് എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന് കീഴിൽ അടിയിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഈ ഒരു പൂളിനെ വിളിക്കുന്ന പേരാണ് പ്ലഞ്ച് പൂൾസ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക. പ്ലഞ്ച് പൂൾസ്. അപ്പോൾ പ്ലഞ്ച് പൂൾ ഉണ്ടാവാൻ കാരണം ആരാ? നദി വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്ത് വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡിപ്രഷനോടുകൂടിയ നിർമ്മിതിയെയാണ് നമ്മൾ പ്ലഞ്ച് പൂൾ എന്ന് പറയുന്നത്. പോർട്ട് ഹോൾസ് ആരാ ക്രിയേറ്റ് ചെയ്ത്? നദി ഒഴുകുന്നത് വഴി നദിയുടെ ബെഡിലുണ്ടായിരുന്ന ചെറിയ ഡിപ്രഷൻസിൽ ഡെപ്പോസിറ്റ്സ് വന്ന് വീണ് ആ ഡെപ്പോസിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അബ്രേഷന് വിധേയമായി ആ ഡിപ്രഷനെ വലുതാക്കി ഡീപ്പാക്കി കൊണ്ടുപോയ കണ്ടീഷനാണ് പോർട്ട് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് ഹോൾസും പ്ലഞ്ച് പൂൾസും എന്താണെന്ന് വ്യക്തമായി. നദി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോം ആണെന്നുള്ളത് വ്യക്തമാണ് നമുക്ക്. പ്ലഞ്ച് പൂൾസും ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് ഇൻസൈസ്ഡ് ഓർ എൻട്രെഞ്ച്ഡ് മിയാൻഡേഴ്സ് ആണ്. നിങ്ങൾ മിയാൻഡേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നദി ഇങ്ങനെ വളഞ്ഞ് സിഗ്സാഗ് ആയിട്ട് ഒഴുകുന്ന ഈ ഒരു കണ്ടീഷനാണ് മിയാൻഡറിങ് എന്ന് പറയുക. എന്നാൽ ഇൻസൈസ്ഡ് അല്ലെങ്കിൽ എൻട്രെഞ്ച്ഡ് മിയാൻഡർ എന്ന് പറയുമ്പോൾ പൊതുവെ മിയാൻഡറിങ് കാണുന്ന നദിയുടെ മിഡിൽ കോഴ്സിലും ലോവർ കോഴ്സിലും ഒക്കെ ആയിരിക്കും.
പക്ഷേ ഇത് പൊതുവെ അപ്പർ കോഴ്സിൽ കാണുന്ന ഹാർഡ് റോക്കുകളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് സോഫ്റ്റ് റോക്കുകളുടെ പ്രസൻസ് ഒക്കെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏരിയകളിലൊക്കെ, അതായത് അപ്സ്ട്രീമുകളിലൊക്കെ തന്നെ നല്ല ഡെപ്തിൽ, പാറയുടെ ഡെപ്ത് മുകളിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം നമ്മൾ ആ ഒരു ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉയർന്ന ഡെപ്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മിയാൻഡറിങ്ങുകളെയാണ്, ഇങ്ങനെ വളഞ്ഞ് ഒഴുകിപ്പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഇൻസൈസ്ഡ് മിയാൻഡറിങ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുക, ഇൻസൈസ്ഡ് മിയാൻഡറിങ് എന്ന് വിളിക്കുക. എൻട്രൻച്ച്ഡ് മിയാൻഡേഴ്സ് നോർമലി ഒക്കർ വേർ there is a rapid cutting of the river bed such as the river does not erode the lateral sides. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റോക്കുകൾ ലാറ്ററൽ സൈഡുകളിൽ ഇരിക്കുന്നുണ്ടാവും. Because of the active lateral erosion, streams flowing over gentle slope develop sinus or meandering courses, and this is common. It is common to find meandering courses over floodplains and delta plains where streams gradients are very gentle. ഇത് താഴത്തെ ഘട്ടത്തിലെ കാര്യം പറഞ്ഞാൽ താഴെഘട്ടിൽ ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ മിയാൻഡറിങ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ താരതമ്യേന കുറച്ചുകൂടി അപ്പർ സ്ട്രെച്ചിൽ കാണുന്നതാണ് ഇൻസൈസ്ഡ് അല്ലെങ്കിൽ എൻട്രൻച്ച്ഡ് മിയാൻഡറിങ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ റിവർ ടെറസസ്. സിമ്പിളായിട്ടുള്ള സാധനമാണ് റിവർ ടെറസസ്. നദി ഒഴുകുന്ന ബെഡ് ഇതാണെന്ന് വെച്ചോ. ഇപ്പോൾ നദി ഇതുവഴി ഇങ്ങനെ ഒഴുകി വരിക. ഇത് അതിൻ്റെ തീരമാണ്, നദിയുടെ തീരമാണ്. തീരം ഇവിടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നദി ഒഴുകുന്നത് കാരണം ഇതിൻ്റെ ഈ തീരപ്രദേശത്തിന് ചെറിയ രീതിയിൽ ഇതിൻ്റെ ഈ തീരത്ത് ഇറോഷൻ സംഭവിപ്പിക്കാൻ പറ്റുമല്ലോ. അത്രയേ ഉള്ളൂ സാധനം. തീരങ്ങളിൽ നിന്ന് ചെറുതായിട്ട് മെറ്റീരിയൽസിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോയി ഇരു തീരങ്ങളിലും ഒരേപോലുള്ള സ്റ്റെപ്പ് കട്ടിങ് പോലുള്ള നിർമ്മിതി. ഇപ്പോൾ സ്റ്റെപ്പ് തന്നെയാവണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒട്ടുമുക്കാലും ഇങ്ങനെ സ്റ്റെപ്പ് കട്ടിങ് പോലുള്ള നിർമ്മിതി. ഇതിലിങ്ങനെ ജലം ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടാവും, നമ്മുടെ മുന്നേക്ക് ഒഴുകി വരുന്നുണ്ടാവും. പക്ഷേ ഈ ഒരേപോലെ രണ്ട് സൈഡിലും സ്റ്റെപ്പ് കട്ടിങ് പോലെ ഇതിനാണ് ടെറസസ് എന്ന് പറയും കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കട്ടിങ് പോലുള്ള എറോഷൻ നടത്തിയാൽ അതിന് ടെറസസ് എന്ന് പറയും. സ്റ്റെപ്പ് കട്ടിങ്ങിന് കാരണം മിക്കവാറും അവിടെയുള്ള ഹാർഡ് റോക്കൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെ ഇരുവശത്തും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അതിനെ പെയർഡ് ടെറസസ് എന്ന് പറയും. മിക്കവാറും കാണാൻ പറ്റിയ അൺപെയർഡ് ആയിരുന്നു. എന്നാൽ ഒരു വശത്തെ ടെറസിൻ്റെ എണ്ണം കൂടുതലും ഒരു വശത്തെ ടെറസിൻ്റെ എണ്ണം കുറവ് എന്നൊക്കെയുള്ള രീതിയിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അൺഈവൻ ആയിട്ടുള്ള ഇരുവശങ്ങളിലും ഇറോഷൻ അൺഈവൻ ആയിട്ടാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അൺപെയർഡ് ടെറസസ് എന്ന രീതിയിലും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. റിവർ ടെറസസ് എന്ന് പറയുന്ന സംവിധാനം അതുപോലെ ഇറോഷൻ ഫീച്ചർ തന്നെയാണ്. പക്ഷേ നദിയുടെ തീരത്ത് ഇറോഡ് ചെയ്യുന്നതാണ് എന്ന് മാത്രം. നദിയുടെ ബെഡിനേക്കാൾ ഉപരി ബെഡ് ഇറോഡ് ചെയ്യുന്നുണ്ട്. ബെഡും തീരവും ചേർന്ന് വരുന്ന ബെഡിൻ്റെയും വാളും സൈഡ് വാൾസ് ആസ് വെൽ ആസ് ദി റിവർ ബെഡ്സിൽ വരുന്ന ഇറോഷനാണ് ടെറസസിന് കാരണമാവുക. റിവർ ടെറസസ് ആർ സർഫസ് മാർക്കിംഗ് ഓൾഡ് വാലി ഫ്ലോർ ഓർ ഫ്ലഡ് പ്ലെയിൻ ലെവൽസ്. നേരത്തെ ഫ്ലഡ് പ്ലെയിൻ, നേരത്തെ എന്താ പറയുക, വാലി താഴ്വരയുടെ ഫ്ലോർ ഇതുവരെ ആയിരുന്നു എന്നൊക്കെയുള്ള മാർക്കിംഗ് പോലെ എന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നവന്മാരാണ് അല്ലേ. കാരണം ഇപ്പം നദി ഇവിടെ നിന്ന് ഒഴുകി താന്ന് ഇവിടം വരെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുമ്പ് നദി ഇത് ഇത്രയും ഉണ്ടായിരുന്നു. കാരണം ഈ ടെറസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും പണ്ട് നദി ഇത്ര ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്ക് കിട്ടൂല്ലേ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ടെറസസ് വഴി. ദർ ബേസിക്കലി പ്രോഡക്ട്സ് ഓഫ് ഇറോഷൻ ആസ് ദ റിസൾട്ട് ഡ്യൂ ടു വെർട്ടിക്കൽ ഇറോഷൻ ബൈ ദ സ്ട്രീം ഇൻ ടു ഇറ്റ്സ് ഓൺ ഡെപ്പോസിഷണൽ ഫ്ലഡ് പ്ലെയിൻ. ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ നദി തന്നെ നിക്ഷേപിച്ച സ്ഥലങ്ങളിൽ നദി കൊണ്ടുവന്ന എന്താ പറയുക എക്കൽ നിക്ഷേപങ്ങളാൽ തന്നെ രൂപീകൃതമായ സമതലത്തെ നദി തന്നെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഈ ഒരു ടെറസുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതെ, ഈ പറയുന്ന പ്രതലവും നദി തന്നെ നിക്ഷേപിക്കപ്പെട്ടുണ്ടായതാണല്ലോ. അത് നദി ഇറോഡ് ചെയ്ത് കൊണ്ടുപോകും ചെയ്യുന്ന കണ്ടീഷൻ പറയുന്നത്. The river terraces may occur at the same elevation or on either side of the river, in which they are called paired terraces. If the height is of different levels, then we call it as unpaired terraces. ഇത്രയും ഇറോഷണൽ ലാൻഡ് ഫോംസാണ് നമ്മൾ പറഞ്ഞു പോയത്. വാലീസ്, പോത്ത് ഹോൾസ്, പ്ലഞ്ച് പൂൾസ്, അതുപോലെ ടെറസസ്, മിയാൻഡറിങ്, ഈ പ്രോസസ്സുകളെല്ലാം ഇറോഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റണ്ണിങ് വാട്ടറാണ്. ആരാണ്? ഇറോഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റണ്ണിങ് വാട്ടർ. ഇറോഷണൽ അല്ലാണ്ട് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും നദി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാമല്ലോ നമുക്ക് ആ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമുകളെ. കുറച്ചേ ഉള്ളൂ, താരതമ്യേന കുറവാണ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഇറോഷൻ ഫീച്ചേഴ്സ്, റൈറ്റ്? നദി കൊണ്ടുവന്ന ഇറോഷൻസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ചെറു ധാരണ കിട്ടിയിട്ടുണ്ടാകും. നദി പോകുന്ന പോക്കിൽ ഇറോഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പോൾ ഈ ഇറോഷൻ നടക്കുന്നത് പൊതുവേ അപ്സ്ട്രീമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്സ്ട്രീമിൽ കാര്യമായിട്ട് ഇറോഷൻ നടക്കുന്നുവെങ്കിൽ ഈ ഇറോഡ് ചെയ്യപ്പെട്ട മെറ്റീരിയലുകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് പലയിടങ്ങളിലായിട്ട് നിക്ഷേപിക്കപ്പെടും. എന്നാലും കാര്യമായിട്ട് ഇറോഡ് ചെയ്യപ്പെട്ട മെറ്റീരിയൽ നിക്ഷേപിക്കപ്പെട്ടുണ്ടായിരിക്കുന്ന സമതലങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപിക്കപ്പെട്ടുണ്ടായിരിക്കുന്ന ലാൻഡ് ഫോംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലാദ്യത്തേതാണ് അലൂവിയൽ ഫാൻ. ആരാണ്? അലൂവിയൽ ഫാൻ. എക്കൽ വിഷറി എന്ന് മലയാളത്തിൽ പറയും.
എക്കൽ വിശറി. എക്കൽ വിശറി എന്താണ് എക്കൽ വിശറി? ആരാണ് എക്കൽ വിശറി? ആരാണ് അലൂവിയൽ ഫാൻ? അലൂവിയൽ ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റീപ്പ് സ്ലോപ്പുള്ള പർവ്വതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒരു സമതലത്തിലേക്കെന്ന പോലെ പ്രവേശിക്കുമ്പോൾ, ഒരു സമതലത്തിലേക്ക് നദി പർവ്വതം വിട്ടൊരു സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൊണ്ടുവന്ന നിക്ഷേപങ്ങൾ വളരെ വിസ്തൃതമായി ആ സമതലത്തിലേക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അതിനിടയിലൂടെ തന്നെ നദി ഒഴുകിപ്പോകുന്ന, മുന്നോട്ട് വീണ്ടും ഒഴുകിപ്പോകുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന അലൂവിയൽ, ഈ നദി കൊണ്ടുവരുന്ന നിക്ഷേപത്തെ നമ്മൾ അലൂവിയൽ നിക്ഷേപം എന്നാണ് വിളിക്കുക എന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ അലൂവിയൽ എന്ന പേര് ചേർത്തു. ആൻഡ് വൈ ഈസ് ഇറ്റ് കോൾഡ് ആസ് എ ഫാൻ? ബിക്കോസ് ഇറ്റ് റിസംബിൾസ് ദി ഷേപ്പ് ഓഫ് എ ഫാൻ. കണ്ടത് ഒരു വീശറിയുടെ ഷേപ്പ് റിസംബിൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ലാൻഡ് ഫോമിന് അലൂവിയൽ ഫാൻ എന്ന് പേരിട്ട് വിളിച്ചതാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ അലൂവിയൽ ഫാൻസ് ആർ ഫോംഡ് വെൻ streams flowing from a higher level break into foot slope plains of low gradient. ലോ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് വളരെ ലോ, സ്ലോപ്പ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അത് എഴുതി വെച്ചാലും മതി. വളരെ സ്ലോപ്പ് കുറഞ്ഞ പ്രതലങ്ങളിലോട്ട്, അതാണ് ഞാൻ സമതലങ്ങളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞത്. സ്ലോപ്പ് കുറഞ്ഞിടങ്ങളിലേക്ക് ഉയർന്ന സ്റ്റോപ്പിൽ നിന്ന് നദി ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇത് അങ്ങ് തീരദേശത്തിൻ്റെ അവസാനമൊന്നുമല്ല നമ്മൾ ഈ പറയുന്നത്, പക്ഷേ ജസ്റ്റ് തീരദേശമൊന്നുമല്ല പറയുന്നത്. നദി അതിൻ്റെ അപ്പർ സ്ട്രെച്ച് പർവ്വതക്കെട്ടിൽ നിന്ന് ഇറങ്ങി ആ സ്ലോപ്പ് കുറഞ്ഞൊരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്തുണ്ടാകുന്ന ഒരു വിസ്തൃതമായ എക്കൽ നിക്ഷേപം നമ്മൾ നടത്തി ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ എക്കൽ നിക്ഷേപത്തിൻ്റെ ഷേപ്പ് ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഈ നിക്ഷേപത്തെ വിളിക്കുന്ന പേരാണ് അലൂവിയൽ ഫാൻ. നോർമലി എ വെരി കോഴ്സ് ലോഡ് ഇസ് ക്യാരിഡ് ബൈ സ്ട്രീംസ് flowing over the mountain slope, and this load becomes too heavy for the streams to carry over gentler gradients and gets dumped and spread as a broad, low to high cone-shaped deposits called alluvial fan. അപ്പോൾ അലൂവിയൽ ഫാനിൽ നടക്കാൻ പോകുന്ന പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതായത് അപ്പോൾ ഉയർന്ന ഘട്ടങ്ങളിൽ, ഉപരിഘട്ടങ്ങളിൽ നിന്ന് നദി ഒഴുകുന്നത് അത്യാവശ്യം നല്ല വേഗതയിലാണ് നമ്മൾ പറഞ്ഞു. നല്ല വേഗതയിൽ ഒഴുകുന്ന നദിക്ക് കപ്പാസിറ്റി കൂടുതലാണ്, ഫോഴ്സ് സ്ട്രെങ്ത് കൂടുതലാണ്. സോ ഇച്ചിരി വലിപ്പമുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടെ, വലിപ്പമുള്ള മെറ്റീരിയൽസും വലിപ്പം കുറഞ്ഞ മെറ്റീരിയൽസും എല്ലാം അവൻ ഇറോഡ് ചെയ്ത് കൊണ്ടുവരും, അവിടെ ഇളക്കി കൊണ്ടുവരും. മാത്രമല്ല ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസും കൂടിയുണ്ട്. കാരണം സ്ലോപ്പ് ഇങ്ങോട്ടാണെങ്കിൽ ഗ്രാവിറ്റിയും കൂടെ അവനെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി തന്നെ അവൻ കൊണ്ടുവരും. വേഗതയും കൂടുതലാണ്, പിന്നെ അതിൻ്റെ കൂടെ ഗ്രാവിറ്റി സപ്പോർട്ട് ചെയ്യുന്നു. സോ വലിയ പാറകളെ ഉൾപ്പെടെ അവൻ കൊണ്ടുവരും. പക്ഷേ വൺസ് ദ സ്ലോപ്പ് ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്, ഇപ്പോൾ ഈ പ്രദേശത്തെത്തുന്ന സമയത്ത് സ്ലോപ്പ് കുറയുവാണല്ലോ. അപ്പോൾ സ്ലോപ്പ് കുറയുമ്പോൾ എന്താ പ്രശ്നം? സ്ലോപ്പ് കുറയുമ്പോൾ ഈ ഭാരമുള്ള വസ്തുക്കളെയൊക്കെ ക്യാരി ഡൗൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രശ്നമുണ്ട്. കാരണം സ്ലോപ്പ് കുറയുമ്പോൾ രണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. ഒന്ന്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് നേരെ താഴോട്ടേക്ക് ആവുകയാണ്. രണ്ട്, ഇവൻ്റെ വെലോസിറ്റിയും കുറയുവാണ്. അപ്പോൾ ഇവനെ വലിയ വലിയ മെറ്റീരിയൽസിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിച്ചിരുന്ന രണ്ട് കണ്ടീഷൻ ഇവിടെ ഇല്ലാണ്ടാവുന്നത് കൊണ്ട് തന്നെ വലിയ മെറ്റീരിയൽസിനെയൊക്കെ ആദ്യമേ ഇവിടെ കൊണ്ടങ്ങ് കളയും. കാരണം ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെ ക്യാരി ഓവർ ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വന്നുകൊണ്ട് അവിടെ നിക്ഷേപിച്ചിടും. അങ്ങനെ നിക്ഷേപിച്ചിട്ട് ഉണ്ടാവുന്ന പ്രതലമായിരിക്കും ഈ അലൂവിയൽ ഫാൻ എന്ന് പൊതുവേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കൂടുതലും അലൂവിയൽ ഫാനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വലിപ്പമുള്ള ഹെവി ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കാം. എന്നാൽ ഇതിന് സമാനമായൊരു നിക്ഷേപ രൂപം തന്നെയാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത്, ഡെൽറ്റാസ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഡെൽറ്റയുടെ കാര്യത്തിൽ. 2-3 വ്യത്യാസങ്ങളുള്ളത്. ഒന്ന്, പ്രാഥമിക വ്യത്യാസം തന്നെ അതിൻ്റെ ലൊക്കേഷനാണ്. എവിടെ അലൂവിയൽ ഫാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? പർവ്വതത്തിൻ്റെ ഫൂട്ട് ഹില്ലിലാണ്, പർവ്വതത്തിൻ്റെ ചുവട്ടിലാണ്. ഫൂട്ട് ഹിൽസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്? ഇത് ഇവിടുത്തെ ലൊക്കേഷനല്ല കേട്ടോ. ഫൂട്ട് ഹിൽസിലാണ് ആരെ കാണാൻ പറ്റിയത്? അലൂവിയൽ ഫാൻ. എന്നാൽ ഇവനെവിടെ ഡെൽറ്റാസിനെ കാണുന്നത് എവിടെയാണെന്നറിയോ? മൗത്ത് ഓഫ് ദി റിവർ. നദി ചെന്ന് കടലുമായിട്ടോ കായലുമായിട്ടോ ഒക്കെ കൂടിച്ചേരുന്ന പ്രദേശത്താണ് ഡെൽറ്റ കാണുക. ആൻഡ് വൈ ഇസ് ഇറ്റ് കോൾഡ് ഡെൽറ്റ? ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാനിന് പേര് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പേര് കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഷേപ്പ്. ഇറ്റ് റിസംബിൾസ് ദി ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ. ഡെൽറ്റ എന്ന ഗ്രീക്ക് സിംബലിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ്, ഒരു ട്രയാങ്കുലർ ഷേപ്പ് അവൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡെൽറ്റ എന്ന് വിളിച്ചു. ബട്ട് വെർ ഇസ് ഇറ്റ് ഫോംസ് ഓൺ ദി കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ മൗത്ത് ഓഫ് ദി റിവർ. വേറൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ അലൂവിയൽ ഫാൻസിൽ ഭാരമുള്ള വസ്തുക്കളെയാണ് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞുവെങ്കിൽ അതിനുശേഷം വീണ്ടും നദി കണ്ടിന്യൂ ചെയ്ത് ഒഴുകുന്നുണ്ട് സമതലങ്ങളിലൂടെ. ഒഴുകി അവസാനം സമതലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്ലോപ്പുള്ള പ്രതലമാണ് തീരദേശം എന്ന് പറയുന്നത്. അവിടേക്ക് എത്തുന്ന സമയത്ത്
ഇവൻ നിക്ഷേപിക്കുന്നത് കാര്യം ആലോചിച്ച് നോക്ക്. ഈ സമതലത്തിലൂടെ ഒഴുകുമ്പോൾ പോലും സ്ലോപ്പ് കുറയുന്നതിനനുസരിച്ച് വെയിറ്റുള്ള വസ്തുക്കളെല്ലാം പതുക്കെ നേരത്തെ ഡെപ്പോസിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഏറ്റവും അവസാനം ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ആരായിരിക്കും ഇവിടെ? ഇതിനകത്തുള്ള ഡെപ്പോസിറ്റുകളിൽ ഏറ്റവും ഭാരം കുറഞ്ഞവനായിരിക്കും ഏറ്റവും അവസാനം നിക്ഷേപിക്കപ്പെടുന്നത്. എങ്കിൽ ഡെൽറ്റകളിൽ കാണുന്നത് ഫൈനസ്റ്റ് ഓഫ് ദി ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഏറ്റവും ഭാരം കുറഞ്ഞ വസ്തുക്കളുടെ നിക്ഷേപമായിരിക്കും ഇവിടെ കാണാൻ പറ്റുക, ഡെൽറ്റകളിൽ കാണാൻ പറ്റുക. Deltas are like alluvial fans but developed at a different location. The load carried by the river is dumped and spread into the sea. കടലിലേക്ക് ഡംപ് ചെയ്യപ്പെടുക. കടലും കരയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ കടലിൻ്റെ എഫക്റ്റും ഈ നദി കൊണ്ടുവരുന്ന നദിയുടെ എഫക്റ്റും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇവൻ കടലിലേക്ക് നേരിട്ടങ്ങ് ഇറങ്ങാണ്ട് ഈ രണ്ടും ജോയിൻ ചെയ്യുന്ന പ്രദേശത്ത്, കാരണം ടൈഡൽ എഫക്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. തിരമാല ഇങ്ങോട്ട് അതിനെ അകത്തേക്കും കടക്കുമല്ലോ. അപ്പോൾ തിരമാല അകത്തോട്ട് അതിനെ കംപ്രസ് ചെയ്യും അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യും, നദി ഇതിനെ പുറത്തേക്ക് ഫോഴ്സ് ചെയ്യും. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ഈ പ്രദേശത്ത് തന്നെ അങ്ങ് നിക്ഷേപിതമാകും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. If this load is not carried away far into the sea or distributed along the coast, it spreads and accumulates as a low cone. Unlike the alluvial fans, the deposit making up deltas are very sorted with a clear stratification. കൃത്യമായിട്ട് സോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം, കാരണം ആ പ്രോസസ്സൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞില്ലേ, അവസാനം കൃത്യമായിട്ട് ലെയർ ബൈ ലെയർ എന്ന രീതിയിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഡെൽറ്റാസ്. മൂന്നാമത്തെ നിക്ഷേപ രൂപമാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയാം, പ്രളയ സമതലങ്ങൾ എന്ന് പറയും. കേരളത്തിലൊന്നും ഈ കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ല, ഈ ഒരു ടേം അങ്ങനെ ഇങ്ങനെ പറയാറില്ല, കാരണം നമുക്കിവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവാറില്ല. ഫ്ലഡ് പ്ലെയിൻസ് നോക്കുക, ഇവിടെ ഒന്ന് രണ്ട് പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നദി ഒഴുകുന്ന ചാനൽ, ദ വെരി ട്രൂ ചാനൽ ത്രൂ വിച്ച് ദ റിവർ ഫ്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലഡ് വേ. അതിനെന്താ വിളിക്കുക? ഫ്ലഡ് വേ എന്നാണ് വിളിക്കുക. ഫ്ലഡ് വേ എന്ന് വിളിക്കും. നദി ഒഴുകുന്ന ചാനലാണ് റിവർ ചാനൽ. ഓക്കെ, അപ്പോൾ ഈ റിവർ ചാനലിലൂടെ നദി ഒഴുകി പോകവേ നദിയിലേക്ക് വെള്ളം കൂടുതലുണ്ടാകുന്ന കണ്ടീഷൻ വന്നു. മഴയാണെന്ന് കരുതിയാൽ മഴ വന്നു, ഒരുപാട് വെള്ളം നദിയിലേക്ക് വന്നു. അപ്പോൾ നദിയിലേക്ക് വെള്ളം ഒരുപാട് കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നദിക്ക് എന്ത് സംഭവിക്കണം? കരകവിയണം. നദി കരകവിയും. നദി കരകവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ ഇരുഭാഗങ്ങളിലേക്കും വെള്ളം ഇങ്ങനെ കടന്നുയർന്ന് പോവുകയും ആ ഭാഗത്തൊക്കെ പരന്ന് നദി ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് നദി ഒഴുകിയതിന് ശേഷം വീണ്ടും ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ, ജലലഭ്യത കുറയുമ്പോഴേക്കും നദി വീണ്ടും മെലിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തും. അതിൻ്റെ ഒറിജിനൽ ചാനലിലൂടെ, അതായത് ഫ്ലഡ് വേയിലൂടെ മാത്രമായി നദി ഒഴുകാൻ നോക്കും. പക്ഷേ ഈ നേരത്തെ കരകവിഞ്ഞൊഴുകിയ സമയത്ത് നദിയിലുണ്ടായിരുന്ന സെഡിമെൻറ്റുകളെ പലതും ഈ കരകവിഞ്ഞൊഴുകിയ ഇരുഭാഗങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ടാവും. അങ്ങനെ നദി ഫ്ലഡ് ചെയ്തത് വഴി നിക്ഷേപണം നടത്തി ഉണ്ടാക്കിയൊരു സമതല പ്രദേശമായതുകൊണ്ട് നദിയുടെ ഇരു കരകളിലും വരുന്ന ആ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫ്ലഡ് ഫ്രിഞ്ച്. എന്താ വിളിക്കുക? ഫ്ലഡ് ഫ്രിഞ്ച് എന്ന് വിളിക്കും. ഫ്ലഡ് ഫ്രിഞ്ച് നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഞാൻ പറയുമ്പോൾ ഫ്ലഡ് പ്ലെയിൻ എന്നായിരിക്കും, അത് ഫ്ലഡ് ഫ്രിഞ്ചാണ്. ഈ ഫ്ലഡ് ഫ്രിഞ്ചും ഫ്ലഡ് വേയും ഒക്കെ കൂടി ചേർന്ന ഒരു എൻ്റയർ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലഡ് പ്ലെയിൻ. നമ്മൾ ഈ കരകവിഞ്ഞ ഏരിയനെ പൊതുവേ നമ്മൾ ഫ്ലഡ് പ്ലെയിൻ ആയിട്ട് തന്നെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഐഡിയോളജിക്കലി പറയുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. ദിസ് ഇസ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയാൻ അത് ഒരു തെറ്റുമില്ല. ഫ്ലഡ് പ്ലെയിൻ അത്, പക്ഷേ നമ്മൾ ശരിക്കും പറയുമ്പോൾ ഈ ഫ്ലഡ് വേയും കൂടി ഇൻക്ലൂഡ് ചെയ്യും, ആ ചാനലിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫ്ലഡ് പ്ലെയിൻ പറയുകയെന്നേ ഉള്ളൂ. ആ സൈഡിൽ മാത്രം വരുന്ന ഏരിയനെ വിളിക്കുന്ന പേരെന്താടേ? സൈഡിൽ മാത്രം വരുന്ന ഈ ഒരു സാധനത്തെ വിളിക്കുന്ന പേര് ഫ്ലഡ് ഫ്രിഞ്ച് എന്ന് വിളിക്കും കേട്ടോ. ഫ്ലഡ് ഫ്രിഞ്ച് എന്ന രീതിയിലും നമ്മൾ വിളിക്കാറുണ്ട്. എനിഹൗ ദ ഫ്ലഡ് പ്ലെയിൻ ആൻഡ് ഫ്ലഡ് ഫ്രിഞ്ച്. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നദി കരകവിഞ്ഞൊഴുകിയിട്ട് നമ്മുടെ കേരള നാട്ടിൽ കുറച്ച് കാലം മുമ്പുണ്ടായ പ്രളയം ഒക്കെ ഉണ്ടായ സമയത്ത് നദികളൊക്കെ കരകവിഞ്ഞൊഴുകി വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടേ ഈ വെള്ളം വറ്റിയ സമയത്ത് അല്ലെങ്കിൽ വെള്ളം പിൻവലിങ്ങിയ സമയത്ത് നമ്മൾ ഈ ആളുകളുടെയൊക്കെ വീട്ടിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ചളി ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ട് കിടന്നില്ലേ? അപ്പോൾ മനസ്സിലായോ നദിക്ക് നിക്ഷേപം നടത്താൻ പറ്റുന്നത്? അതാണ് പരിപാടി. അതുപോലെ നിക്ഷേപം നടക്കുന്നതാണ് കേട്ടോ. അതടുത്ത താഴ്വരയുടെ ആ ഒരു എൻഡ് വരെയും ഈ ഫ്ലഡ് പ്ലെയിൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ട് ഫ്ലഡ് വേ ഞാൻ ആരാന്ന് പറയും. ഫ്ലഡ് വേ ഈസ് ദ റിവർ ഇറ്റ് സെൽഫ്. ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് മെയിൻ ചാനൽ ഓഫ് ദ റിവർ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ദ ഫ്ലഡ് വേ. പിന്നെ വരുന്നത് ഫ്ലഡ് വേ ക്യാൻ ബി സംടൈംസ് ബി സീസണൽ, മീനിങ് ദ ചാനൽ ഈസ് നോട്ട് ഡ്രൈ ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. ആവാമല്ലോ, ഈ ചാനൽ ചില സമയത്ത് ഡ്രൈ ആവുന്ന കണ്ടീഷനൊക്കെ വരാം, സീസണിലാവാം. പെരിനിയൽ റിവേഴ്സ് അല്ലാത്തവരുടെ കാര്യത്തിൽ അത് പറയാൻ പറ്റും. ഫ്ലഡ് ഫ്രിഞ്ച് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള ഫ്ലഡ് വേ കഴിഞ്ഞിട്ട് വരുന്ന പ്രദേശത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഫ്ലഡ് ഫ്രിഞ്ച് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വരുന്നത് നാച്ചുറൽ ലീവീസ്. ഇപ്പോൾ തൊട്ട് മുൻപ് കണ്ട ചിത്രത്തിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചെന്നറിയില്ല, ഈ ഫ്ലഡ് വേ എന്ന് പറയുന്ന ചാനലിന് തൊട്ട് ഇരുഭാഗങ്ങളായിട്ട് ഈ ഉയർന്നു നിൽക്കുന്ന ബണ്ട് പോലൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഈ ബണ്ട് മനുഷ്യൻ കെട്ടിവെച്ചൊന്നുമല്ല. ആ ബണ്ട് കഴിഞ്ഞിട്ട് അത്ര ഉയരമില്ലാത്തതാണ് ഈ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്, ഫ്ലഡ് ഫ്രിഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പുറത്തോട്ട് കാണിച്ചിരിക്കുന്ന സാധനവും. അപ്പോൾ ഈ ഫ്ലഡ് ഫ്രിഞ്ചിന് ഈ ബണ്ടിൻ്റെ അത്ര ഉയരമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബണ്ടെന്ന് വിളിച്ചത്. സോ ഹൗ ഇസ് ദിസ് മെയ്ഡ്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലഡ് വേയുടെ ഇരു കരകളിലും ഒരു ബണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷമുള്ള സ്ഥലങ്ങൾ സമതലമായി കിടക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നദി കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളാൽ തന്നെ ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ്. ഈ പറയുന്ന ബണ്ടുകൾ, നദി തന്നെ രൂപീകരിച്ച് വെച്ചിരിക്കുന്ന ഈ ബണ്ടുകളെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ലീവീസ് എന്ന് പറയുന്നത്. ഇതാണ് നാച്ചുറൽ ലീവീസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ നാച്ചുറൽ എംബാങ്ക്മെൻറ്റ്സ് ഫൗണ്ട് അലോങ് ദി എഡ്ജസ് ഓഫ് എ റിവർ. ഒരു നദിയുടെ എൻഡിൽ നമ്മൾ കാണുന്ന നാച്ചുറലായിട്ട് നദി തന്നെ നിക്ഷേപണം കൊണ്ട് നടത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞില്ലേടാ മക്കളെ, നദി കരകവിയും. ഒരുപാട് വെള്ളം നദിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സമയത്ത് നദി കരകവിയാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ നദി കരകവിയുമ്പോഴേ ഈ ഭാരമുള്ള വസ്തുക്കളെയൊന്നും അധിക ദൂരം നദിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കളേക്ക് നദിയുടെ തീരത്ത് തന്നെ അങ്ങ് ഇടും. നദിയുടെ കരയിൽ തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള തീരത്ത് തന്നെ കൂടുതലും ഈ ഭാരമേറിയ വസ്തുക്കളൊക്കെ ഇട്ടിട്ട് നിറച്ചിട്ട് ഭാരം കുറഞ്ഞ വസ്തുക്കളെ മാത്രമായിരിക്കും അകലത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വെള്ളം കയറിയ ഫ്ലഡ് കയറിയ വീട്ടിലും കാറിലും ഒക്കെ നോക്കിയാൽ ചെളി കാണാൻ പറ്റുന്ന, വലിയ കല്ലും മണ്ണും ഒന്നും കാണില്ല, ചെളി ആയിരിക്കും കാണാൻ പറ്റുക. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും കാണാൻ പറ്റുക. ക്ലേ, സിൽറ്റ്, വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഇവിടെ കാണുമെന്നറിയോ? ഈ നദിയുടെ ഇരു കരകളിൽ കാണും. കാരണം അവനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇരു കരകളിൽ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കാലാകാലങ്ങളായിക്കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന നിർമ്മിതിയാണ് ഈ നാച്ചുറൽ ലീവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നദി തന്നെ നടത്തുന്ന നിക്ഷേപത്തിൻ്റെ ഭാഗമാണ്. അത് ഒരു കണക്കിന് നല്ലതാണ്. ഫ്ലഡ് വേ അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ഈ പറയുന്ന ലീവീസ് സഹായിക്കും. പക്ഷേ ലീവീസ് ഉണ്ടാവണമെങ്കിൽ എന്ത് നടക്കണം? ഫ്ലഡിങ് നടക്കണം. ഫ്ലഡിങ് നടക്കുന്ന സമയത്ത് ലീവീസ് ഉണ്ടാവുള്ളൂ. ഫ്ലഡിങ് നടന്നിടങ്ങളിലെ ലീവീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. സോ നമ്മുടെ നദികളുടെ കാര്യത്തിൽ പൊതുവെ അങ്ങനെ ഇങ്ങനെ വലിയ കാര്യമായ തോതിൽ ലീവീസ് കാണുന്ന സാഹചര്യമൊക്കെ കുറവാണ് നമ്മുടെ കാര്യത്തിൽ. കണ്ടോ, ഡ്യൂറിങ് ഫ്ലഡ്സ് ആണ് ഇത് ഫോം ചെയ്യുന്നത്. വെൻ എ റിവർ ഓവർഫ്ലോസ് ഇറ്റ്സ് ബാങ്ക് ഡ്യൂറിങ് എ ഫ്ലഡ്, ഇറ്റ് ലൂസസ് വെലോസിറ്റി ഇമീഡിയറ്റ്ലി ആസ് ഇറ്റ് സ്പ്രെഡ്സ് ഓവർ ദി ഫ്ലഡ് പ്ലെയിൻ. The heaviest coarse sediments are dropped first right at the river's edge. Finer silt are carried further into the plain. Over many floods, these deposits build up into a high ridge that help contain the river. A riverbed made of river deposits is the active floodplain, and the floodplain above the bank is an inactive floodplain. ആക്റ്റീവായിട്ടുള്ള ഡെപ്പോസിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ റിവർ ബെഡ് മെയ്ഡ് ബൈ ദ റിവർ ഡെപ്പോസിറ്റ്. എ റിവർ ബെഡ് മെയ്ഡ് ഓഫ് ദി റിവർ ഡെപ്പോസിറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻ, ആൻഡ് ദ ഫ്ലഡ് പ്ലെയിൻ എബവ് ദ ബാങ്ക് ഈസ് വാട്ട് വി കോൾ ആസ് ദി ഇനാക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻ. അതിന് ആക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻ എന്ന രീതിയിൽ നമുക്ക് വിളിക്കാം. ഇനാക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻസ് എബവ് ദ ബാങ്ക്സ് ബേസിക്കലി കണ്ടെയ്ൻസ് ടു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഒന്ന് ഫ്ലഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവാറുണ്ട്, പിന്നെ ചാനൽ ഡെപ്പോസിറ്റ് ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഈ നദി ഒഴുകുന്ന ചാനലുമായിട്ട് ബന്ധപ്പെട്ട്. ഇൻ പ്ലെയിൻസ്, ചാനൽ ഷിഫ്റ്റ് ലാറ്ററലി ആൻഡ് ചേഞ്ച് ദെയർ കോഴ്സസ് ഒക്കേഷണലി, ലീവിങ് കട്ട് ഓഫ് കോഴ്സസ് വിച്ച് ഗെറ്റ് ഫിൽഡ് അപ്പ് ഗ്രാജുവലി. അതായത് വളരെ വലിയ സമതലങ്ങളിലേക്കൊക്കെ നദി എത്തുന്ന സമയത്ത് നദികൾ പൊതുവേ അവൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്. കോഴ്സ് മീൻസ് അവൻ ഒഴുകുന്ന ദിശയ്ക്ക് ചേഞ്ചസ് വരുത്താറുണ്ട്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു വളരെ ഉയർന്ന ചെരിവുള്ള ഒരു പ്രദേശത്ത് നമ്മൾ പോയി കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ വെള്ളം ഒഴുകുന്ന ഒരു ദിശ. എനിക്ക് കൃത്യമായിട്ട് ഈ വെള്ളത്തിന് ഒഴുകാൻ ഒരൊറ്റ ദിശ കാണും. ആ ദിശയിലൂടെ ഒരൊറ്റ മൈൻഡായിട്ട് ഇത് ഒഴുകും, ഒരൊറ്റ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലൂടെ അവൻ ഒഴുകും. എന്നാൽ ഞാൻ പരന്ന് കിടക്കുന്നൊരു വളരെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു സർഫസിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിച്ചാലോ, ഇവൻ പല ഡയറക്ഷനിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന കാണാൻ പറ്റും. സെയിം പ്രോസസ്സാണ് നദിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഉപരിഘട്ടങ്ങളിൽ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് അവനൊരു പർട്ടിക്കുലർ ദിശയിലേക്ക് എന്ന രീതിയിൽ അവൻ ഒഴുകാൻ പറ്റുന്നുണ്ട്. പക്ഷേ സമതലങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് തീരെ സ്ലോപ്പില്ലാത്ത അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവന് പ്രത്യേകിച്ച് വലിയ രീതിയിൽ സ്ലോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇവൻ പരന്ന് പല ഷേപ്പിലും ചെറിയ ചെറിയ ഡിപ്രഷൻസ് ഉള്ളിടത്തൂടെയൊക്കെ ഇവൻ കയറി ഒഴുകിക്കളെ. അങ്ങനെ ഒഴുകി ക്രിയേറ്റ് ചെയ്യുന്ന ചില നിർമ്മിതികളാണ് നമ്മുടെ മിയാണ്ടറിങ് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന സംഗതികളാണ് റിവർ മിയാണ്ടേഴ്സ് അല്ലെങ്കിൽ മിയാണ്ടറിങ് എന്ന് പറയും. നമ്മൾ നേരത്തെ എൻട്രൻച്ച്ഡ് മിയാണ്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മിയാണ്ടേഴ്സ് ഇസ് നോട്ട് എ ലാൻഡ് ഫോം, ബട്ട് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ചാനൽ പാറ്റേൺ. മിയാണ്ടറിങ് ഒരു ലാൻഡ് ഫോം അല്ല, നമ്മളതിൻ്റെ കൂട്ടത്തിൽ റിവറിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഒരു ചാനൽ രീതിയാണ് അല്ലെങ്കിൽ ചാനൽ പാറ്റേൺ ആണ് മിയാണ്ടറിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് മിയാണ്ടറിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രൊപ്പൻസിറ്റി ഓഫ് വാട്ടർ flowing over very gentle gradients to work laterally on the banks. Unconsolidated nature of the alluvial deposit making up the banks with many irregularities which can be used by the water exerting pressure laterally. Coriolis force acting on the flow in liquid deflects like കാണിച്ചു തരാം. ഇത് എഴുതുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അത് വായിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇത് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. സോ ബേസിക്കലി റിവർ മെച്യൂർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴോ സ്ലോപ്പ് കുറയുന്നത് കാരണം ഇങ്ങനെ വളഞ്ഞു പിണഞ്ഞൊക്കെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒഴുക്കിലൊരു കുഴപ്പമുള്ള എന്താണെന്നറിയോ, ഇങ്ങനെ ഒഴുകുന്ന സമയത്ത്
സി ഐ വിൽ ഞാൻ അതിൻ്റെ ഒരു ചിത്രം ഇങ്ങോട്ടേക്ക് വരയ്ക്കുവാണേ. ഇങ്ങനെ ഒഴുകി പോകാമെന്ന് വെച്ചോ. ഇവിടെ നോക്കിയാൽ മതി. ഈ നദി ഇങ്ങനെയാണല്ലോ ഒഴുകി വരുന്നത്. ഈ നദി ഒഴുകി വരുന്ന സമയത്ത് ലെറ്റ് മീ ചേഞ്ച് ദി കളർ. ഏതാണെങ്കിൽ കാണാം, ഒരു വൈറ്റ് എടുക്കാം. ശരി, ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഈ ബാങ്ക്സിൽ വന്ന് ഇടിക്കുന്ന സമയത്ത് ഈ ബാങ്ക് കുറച്ച് ഇങ്ങോട്ടൊന്ന് ഇവിടെ ഈ ലാറ്ററൽ ഇറോഷൻ ഇവിടെ നടക്കും. ഓക്കെ, ശരിയല്ലേ? അതുപോലെ നദി കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ കുറച്ച് ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ നദി ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഇങ്ങനെ ഇറോഡ് ചെയ്യും. ഇവിടെയൊക്കെ ഹിറ്റിങ് നടക്കുക. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഇറോഡ് ചെയ്യുകയും ഈ ഭാഗങ്ങളിൽ ഡെപ്പോസിഷൻ നടക്കുകയും ചെയ്യും. വീണ്ടും നദി ഒഴുകുവാണ്. വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഇറോഷൻ നടത്തും. ഇവിടെ ഇറോഷൻ നടത്തുകയും ഈ ബാങ്കിൽ ഡെപ്പോസിഷൻ നടത്തുകയും ചെയ്യും. കാരണം ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും, ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇവിടെ ഡെപ്പോസിഷൻ നടത്തുകയും ചെയ്യും. വീണ്ടും ആ നദി ഒഴുകുന്നതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വീണ്ടും ഇറോഷൻ, ഇവിടെ ഡെപ്പോസിഷൻ, വീണ്ടും നദി ഒഴുകുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇവഞ്ച്വലി ഇവിടെയൊക്കെ ഈ റോഡ് ചെയ്ത് ഈ ചാനൽ തമ്മിൽ അങ്ങ് മീറ്റ് ചെയ്യും. മനസ്സിലായോ? ഇവിടെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രണ്ടും തമ്മിൽ മീറ്റ് ചെയ്തല്ലോ. രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും അങ്ങ് ജോയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നദി നേരെ ഇതുവഴി അങ്ങ് ഒഴുകും. ഓക്കെ, അപ്പം നദി ഇതുവഴി അങ്ങ് ഒഴുകുന്ന സമയത്ത് ഈ ഭാഗം പതുക്കെ കട്ട് ഓഫായി നദിക്ക് പിന്നെ നേരെ ഒഴുകാനുള്ളൊരു ഓപ്ഷൻ കിട്ടുകയാണല്ലോ. പിന്നെ എന്തിനാ ചെരിഞ്ഞ് ഒഴുകി ഫോഴ്സ് കളയണം, എനർജി കളയണമെന്ന് വെച്ചിട്ട് നദി പിന്നെ അങ്ങ് നേരിട്ട് ഒഴുകുന്ന ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഈ നിക്ഷേപങ്ങൾ കാരണം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ദിസ് പോർഷൻ വിൽ ബി ലെഫ്റ്റ് ഔട്ട് ഓഫ് ദി റണ്ണിങ് ചാനൽ. ആ റണ്ണിങ് റിവർ ചാനലിൽ നിന്ന് ഈ ഒരു പോർഷൻ ലെഫ്റ്റ് ഔട്ടായി പോകും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. നേരത്തെ ഒഴുകിയതിൻ്റെ വെള്ളത്തിൻ്റെ ഡെപ്പോസിറ്റ്സ് അവിടെ ഉണ്ടാവും. പക്ഷേ ഈ ഭാഗത്തൊക്കെ നിക്ഷേപങ്ങൾ വന്നത് കാരണം അയാളും ഇയാളും തമ്മിൽ വലിയ കണക്ഷൻ ഇല്ല. ഈ നദി ഇങ്ങനെ ഒഴുകിപ്പോവും. ഈ നദി ഇങ്ങനെ അങ്ങ് നേരെ ഒഴുകിപ്പോവും. ഇയാൾ വേറൊരു തടാകമായിട്ടെന്ന രീതിയിൽ വെള്ളമുണ്ട് പക്ഷേ ഒഴുക്കില്ല. അതുകൊണ്ട് ഇവൻ എന്ത് വിളിക്കും? ലേക്ക് എന്ന് വിളിക്കും. ആൻഡ് ദിസ് ലേക്ക് വിച്ച് ഫീൽസ് ലൈക്ക് ആൻ ഓക്സ്ബോ അല്ലെങ്കിൽ വിച്ച് റെസംബിൾസ് ആൻ ഓക്സ്ബോ ഈസ് കോൾഡ് ആസ് ആൻ ഓക്സ്ബോ ലേക്ക്. ഇങ്ങനെ ഉണ്ടാവുന്ന ലേക്കിനെ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ ലേക്ക്. അപ്പോൾ ലാറ്ററലി ഇങ്ങനെ കട്ടിങ് നടന്നാണ് റിവർ മിയാൻഡറിങ് നടക്കുക. അത് മിയാൻഡറിങ് എക്സ്റ്റെൻസീവ് ആവുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഇങ്ങനെ എക്സ്റ്റെൻസീവ് മിയാൻഡറിങ് നടന്ന് നമുക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഓക്സ്ബോ തടാകങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ പിള്ളേരെ? ദാറ്റ്സ് ഇറ്റ്. അതാണ് റിവർ മിയാൻഡറിങ് എന്ന് പറയുന്ന സംവിധാനം. പോയിന്റ് ബാസ് അല്ലെങ്കിൽ മിയാൻഡർ ബാസ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതാണ്. അതായത് മിയാൻഡർ ചെയ്ത സമയത്ത് കുറച്ച് ഏരിയയിൽ കണ്ടോ, നേരത്തെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നതായിരിക്കും, പക്ഷേ ഇത് ചാനൽ പിന്നെയും മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇറോഷൻ നടക്കും. ഇതാ കണ്ടോ, ഇവിടെ ഇത്ര ഏരിയയിൽ കണ്ടോ നിങ്ങൾ നിക്ഷേപം ചെയ്യപ്പെട്ടിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇത്രയും നിക്ഷേപം ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിക്ഷേപം ചെയ്യപ്പെട്ടുണ്ടായിരിക്കുന്ന ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ബാർസ് അല്ലെങ്കിൽ മിയാൻഡർ ബാർ എന്നോ പോയിന്റ് ബാർ എന്ന് വിളിക്കാം. ആൻ അക്യൂമുലേഷൻ ഓഫ് അലൂവിയം ഫൗണ്ട് ഓൺ ദി ഇൻസൈഡ് കർവ് ഓഫ് എ റിവർ മിയാൻഡർ. റിവർ മിയാൻഡറിൻ്റെ ഇൻസൈഡ് കർവിൽ കണ്ടിരിക്കുന്ന ഡെപ്പോസിഷന് വിളിക്കുന്ന പേരാണ് എന്ത്? പോയിന്റ് ബാർസ് അല്ലെങ്കിൽ മിയാൻഡർ ബാർസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ പിള്ളേരെ? സെറ്റ് അല്ലേ? സെറ്റ്, അടിപൊളി. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. മിഡിൽ ആൻഡ് ലോവർ സ്റ്റേജസിലാണ് ഇതുണ്ടാവും. ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഒന്നുകിൽ മെച്യൂർഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് സ്റ്റേജിൽ. ഈ രണ്ട് സ്റ്റേജസിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? മിയാൻഡറിങ്ങും ഇത്തരത്തിലുള്ള ഫോർമേഷൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ബ്രെയ്ഡഡ് സ്ട്രീംസ്, യെസ്, ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാന ഘട്ടത്തിലേക്ക് നദി എത്തുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇഷ്ടംപോലെ നിക്ഷേപത്തിനുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ നദി ഒഴുകുന്ന ചാനലിൽ മുഴുവനായിട്ട് ഈ പാർട്ടിക്കിൾസ് പതുക്കും. ഇവന് വേഗത ഒരുപാട് കുറഞ്ഞു. കാരണം ഇത് വളരെ സമതലമായിട്ടുള്ള പ്രദേശത്തു കൂടി അവൻ ഇവിടെ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ സമതലം, ശരിക്കും പറയാം കടലിനോട് എത്തുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഇത്. അവിടെ വളരെയധികം ഫ്ലാറ്റായിട്ട് ഒഴുകുന്നിടത്ത് കാര്യമായ രീതിയിൽ ഈ നിക്ഷേപം കൂടി വന്നു കഴിയുമ്പോഴേ പിന്നെ ഇവൻ ഒഴുകാൻ വലിയ സ്പേസ് ഇല്ലാതെ വരുന്ന സമയത്ത് ഈ നിക്ഷേപങ്ങൾക്കിടയിലൂടെയൊക്കെ തന്നെ ഒഴുകി ഇവനങ്ങ് പോകും. അപ്പോൾ ഇത് മുമ്പ് നോക്കിയാണ് ഇവിടെ എണ്ണിക്കഴിഞ്ഞാൽ 100 ചാനൽ പോലെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഇവൻ ഒരൊറ്റ നദിയാണ്. അങ്ങനെ നദി തൻ്റെ തന്നെ നിക്ഷേപങ്ങൾക്കിടയിലൂടി ഒട്ടനവധിയായി കടന്നു പോകുന്ന ഈ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ബ്രെയ്ഡഡ് സ്ട്രീംസ് എന്ന രീതിയിൽ വിളിക്കുക. എ നെറ്റ്വർക്ക് ഓഫ് സ്മോൾ റിവർ ചാനൽ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ടെമ്പററി ഐലൻഡ്സ് കോൾഡ് ഇയോട്ട്സ് ഓർ സാൻഡ് ബാർസ്. ഇവന്മാരാണ് നമ്മുടെ ആരുടെയാ ഈ നദിയുടെ തന്നെ നിക്ഷേപങ്ങളായത് സാൻഡ് ബാർസ് എന്ന് പറയും. അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് യോട്ട്സ് എന്നും വിളിക്കാം. സാൻഡ് ബാറുകൾ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? യോട്ട്സ് എന്ന് വിളിക്കാം. സാൻഡ് ബാർസ് ഓർ യോട്ട്സ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഐറ്റംസ്. അവർക്കിടയിലൂടി നദി തന്നെ സാവധാനം ഒഴുകി പോകുന്ന കണ്ടീഷൻ ഒരുപാട് ചാനലുകളായിട്ട്, വളരെ ചെറിയ ചാനലുകളായിട്ട്. ആൻഡ് ദീസ് ആർ ടെമ്പററി.
ഈ നദിയിൽ ഒരല്പം വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ ഇതിന് വെള്ളം വാഷ് ഔട്ട് ചെയ്താൽ കൊണ്ടുപോകും. പിന്നെ ആ സാൻഡ് ബാർ കാണത്തില്ല. മനസ്സിലായി? അതാണ് ടെമ്പററി ഐലൻഡുകളാണ് ഇവന്മാരെന്ന് പറയുന്നത്. ഓക്കെ, സാൻഡ് ബാറുകൾ എന്ന് പറയുന്നത്. ഹൈ സെഡിമെൻറ്റ് ലോഡൊക്കെ ഉള്ള നദികളിലാണ് നമുക്ക് പൊതുവെ ഇത്തരത്തിൽ ബ്രീഡിങ് കാണാനായിട്ട് സാധിക്കുക. പൊതുവെ കാണാൻ പറ്റും. ഹൈലി വേരിയബിൾ ആയിട്ടുള്ള വാട്ടർ ഡിസ്ചാർജ് ഉള്ള സ്ഥലങ്ങൾ, ഈസിലി എറോഡബിൾ ആയിട്ടുള്ള തീരദേശമുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ളിടങ്ങളിലൊക്കെ തന്നെയും ബ്രൈഡഡ് ചാനൽ അല്ലെങ്കിൽ ബ്രൈഡഡ് സ്ട്രീംസ് നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. And when the river velocity drops, it dumps its heavy sediments right in the middle of the channel. ഹെവി ആണെന്നല്ല പറയുന്നത്, സെഡിമെൻറ്റ്സ് ഒരുപാട് ഉള്ളത് കൊണ്ടുള്ള ഹെവിനെസ്സിനെ പറ്റിയിട്ടാണ് സൂചിപ്പിച്ചത്. മൈന്യൂട്ട് ആയിട്ടുള്ള സെഡിമെൻറ്റ്സ് ആയിരിക്കും കൂടുതൽ ഇവിടെ കാണുക. സാൻഡാണ്, മണ്ണായിരിക്കും കൂടുതലും കാണുക. This creates islands of sand and gravel. The water is forced to split into flow around these deposits, creating braided or woven appearance. ഇങ്ങനെ അതിൻ്റെ ചുറ്റും എന്ന രീതിയിലേക്ക് നദി ഒഴുകുന്നതിൻ്റെ നദി ഫോഴ്സ്ഡ് ആകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? യെസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ നദികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് മനസ്സിലാക്കുക. സോ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഉണ്ട്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഉണ്ട്, ഒരുപാട് ഏജൻറ്റുകളുമുണ്ട്. അതിൽ ആദ്യത്തെ ഏജൻ്റാണ് റണ്ണിങ് വാട്ടർ. ആ റണ്ണിങ് വാട്ടർ എന്ന് പറയുന്ന ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോമുകളെ ബോത്ത് ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വസ്തുതകളും ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായത്. റിവർ മിയാൻഡറിങ്ങിനെ പറ്റി പറഞ്ഞു, വാട്ടർഫോൾസിൽ വരുന്ന കണ്ടീഷൻസ്, പ്ലഞ്ച് പൂൾസ്, പോത്ത് ഹോൾസ്, അതുപോലെ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഡെൽറ്റാസ്, അലൂവിയൽ ഫാൻസ് പോലുള്ള ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തെല്ലാമാണ് ഏതൊക്കെ എന്നുള്ളതിനെ പറ്റി ധാരണ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഓർമ്മ നിങ്ങൾക്കുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ ദാറ്റ് ബീങ് സെഡ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം മക്കളെ. അടുത്ത ദിവസം മറ്റൊരു രീതിയിലുള്ള ഏജൻറ്റുമായി അല്ലെങ്കിൽ മറ്റൊരു ഏജൻറ്റുമായി ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് കാണാനായിട്ട് അടുത്ത ക്ലാസ്സിലെത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.